ഇന്നത്തെ നോട്ട് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആണ്. MPC 04 സോഷ്യൽ ഐഡന്റിറ്റി, ക്രൗഡിംഗ് ആൻഡ് Okay, ക്രൗഡ് sir. ബിഹേവിയർ. എന്താണ് ക്രൗഡ് എന്നുള്ളതിൻ്റെ ആ യൂണിറ്റാണ് ഇത്. തുടങ്ങാം നമുക്ക്. Introduction. Individuals are not self-contained units of psychological analysis. ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മനുഷ്യർ അല്ലെങ്കിൽ ആൾക്കാരെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരല്ല, ഒറ്റയ്ക്ക് സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ട് നിൽക്കുന്നതല്ല, മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ്, ഒരു എൻറ്റിറ്റിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ല ഒറ്റയ്ക്ക് ഒറ്റയാൾ എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് അല്ല, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിൽ നിന്നാണ് അവരുടെ ബിഹേവിയറും മറ്റു കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽസ് ആർ നോട്ട് സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ്സ് ഓഫ് സൈക്കോളജിക്കൽ അനാലിസിസ്. സോഷ്യൽ ഐഡൻറ്റിറ്റി, ഇന്നലെ നമ്മൾ സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറിയെക്കുറിച്ച് ഇന്നലെ 3 തിയറിയെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്ന് സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറിയാണ്, വേറൊന്ന് സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി ഉണ്ടായിരുന്നു. അതെല്ലാം പോട്ടെ, ഇന്ന് നമ്മൾ സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറിയെക്കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് പീപ്പിൾ തിങ്ക്, ഫീൽ ആൻഡ് ആക്ട് ആസ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൾച്ചേഴ്സ്. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത്, അവർ ഫീൽ ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് എല്ലാം ഓരോ ഗ്രൂപ്പിൻ്റെയോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ കൾച്ചറിൻ്റെയോ ഒരു ഭാഗമായിട്ടാണ് സാധാരണ അവിടെ ചിന്താരീതികളും ചിന്താധാരയും അവിടെ പെരുമാറ്റവും എല്ലാം. The social identity approach reinforces the idea of the individual's social cognitions, which are socially constructed depending on their group or collective frames of reference. അപ്പോൾ ദ സോഷ്യൽ ഐഡൻറ്റിറ്റി അപ്രോച്ച് റീൻഫോഴ്സസ് ദി ഐഡിയ, അത് ഒരു ഐഡിയയാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ്. ഇറ്റ് റീൻഫോഴ്സസ് ദി ഐഡിയ ഓഫ് ദ ഇൻഡിവിജ്വൽസ് സോഷ്യൽ കോഗ്നിഷൻസ്. ഓരോ വ്യക്തിയുടെയും സമൂഹം എങ്ങനെയാണ്, സമൂഹത്തിൻ്റെ ആ ഒരു സമൂഹമായിട്ടുള്ള ആ ഒരു ബന്ധം, വിച്ച് ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ്, സമൂഹമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്, സമൂഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്, സോഷ്യലി കൺസ്ട്രക്റ്റഡ്, ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഗ്രൂപ്പ് ഓർ കളക്റ്റീവ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ഏത് ഗ്രൂപ്പുകളിലാണ്, ഏത് സമൂഹത്തിലുള്ള ഏത് തരം ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ആ വ്യക്തിയുടെ ഏറെക്കുറെയുള്ള പെരുമാറ്റവും എല്ലാ കാര്യങ്ങളും ആ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു സമൂഹം, ആ ഒരു കളക്ഷൻ ഓഫ് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. വളരെ സിമ്പിൾ, നമ്മൾ ഇന്ത്യക്കാർക്കെല്ലാം ഏറെക്കുറെ ഒരേ രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും ഉണ്ട് കമ്പയർഡ് ടു മറ്റ് റേസിലുള്ള, ഉദാഹരണത്തിന് ചൈനക്കാർ അല്ലെങ്കിൽ റഷ്യക്കാർ. ഇനി സോഷ്യൽ ഐഡൻറ്റിറ്റി ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് 4 എലമെൻറ്റ്സ്. 4 എലമെൻറ്റ്സാണ് ഇതിലുള്ളത്. കാറ്റഗറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, കമ്പാരിസൺ ആൻഡ് സൈക്കോളജിക്കൽ ഡിസ്റ്റിങ്റ്റീവ്നെസ്. അപ്പോൾ കാറ്റഗറൈസേഷൻ ഉണ്ട്, കാറ്റഗറൈസ്ഡ് ഇൻ ഗ്രൂപ്പ്സ്. ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്, പ്രത്യേകം ഐഡൻറ്റിഫിക്കേഷൻ കാര്യങ്ങളുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. കമ്പാരിസൺ ഉണ്ട്, സൈക്കോളജിക്കൽ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉണ്ട്. ഒരു ഇന്ത്യക്കാരുടെ ചിന്താരീതികൾ ആയിരിക്കണം എന്നില്ല ചൈനക്കാരുടെ ചിന്താരീതികൾ, അതുപോലെ ആയിരിക്കണം എന്നില്ല റഷ്യക്കാരുടെ. Actually, social identity refers to the membership or associations of an individual with a primary group, ranging from nuclear to extended, based on factors as individuals' capacities, experiences, mobility, and location. അപ്പം ആക്ച്വലി സോഷ്യൽ ഐഡൻറ്റിറ്റി റെഫേഴ്സ് ടു ദ മെമ്പർഷിപ്പ് ഓർ അസോസിയേഷൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഒന്നിലെ ഒരു മെമ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ വഴിയോ വിത്ത് എ പ്രൈമറി ഗ്രൂപ്പ്. ബേസിക്കലി ദ ഫസ്റ്റ് പ്രൈമറി ഗ്രൂപ്പ് ഇസ് ദ ഫാമിലി. ഫാമിലിന്ന് കഴിഞ്ഞിട്ടാണ് മറ്റ് ഗ്രൂപ്പുകൾ വരുന്നത്. അപ്പോൾ വിത്ത് ദ പ്രൈമറി ഗ്രൂപ്പ് റേഞ്ചിങ് ഫ്രം ന്യൂക്ലിയർ ടു എക്സ്റ്റെൻഡഡ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് ആസ് ദി ഇൻഡിവിജ്വൽസ് കപ്പാസിറ്റി. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കപ്പാസിറ്റി, എക്സ്പീരിയൻസ്, മൊബിലിറ്റി, യാത്ര ചെയ്യാനുള്ള മൊബിലിറ്റി ആൻഡ് ലൊക്കേഷൻസ്. ഇത് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത്. എത്നിസിറ്റി ഈസ് എ പവർഫുൾ സോഷ്യൽ ഐഡൻറ്റിറ്റി വിത്ത് മെനി കമ്പോണൻസ്. ഒരു എക്സാമ്പിൾ പറയാണ്, എത്നിസിറ്റി അല്ലെങ്കിൽ എത്നിക്. അതായത് ഇപ്പം ഇന്ത്യൻ എത്നിക് എന്നുള്ളത്, എത്നിക് ഒറിജിൻ എന്നുള്ളത്, ആ എത്നിസിറ്റി എന്നുള്ളത് സോഷ്യൽ ഐഡൻറ്റിറ്റിയുടെ ഒരു എക്സാമ്പിളാണ്. ഈസ് എ പവർഫുൾ സോഷ്യൽ ഐഡൻറ്റിറ്റി വിത്ത് മെനി കമ്പോണൻസ്. അത് ധാരാളം കമ്പോണൻസ് ഉണ്ട്. കോമൺ ബയോളജിക്കൽ ഒറിജിൻസ്,
customs, habits, norms, അല്ലെങ്കിൽ norms എന്ന് പറഞ്ഞാൽ rules and regulations, etc. Personal identification. Personal identification with a specific group and the development of an in-group mentality is involved in social identity theory. അപ്പോൾ സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറിയിൽ ഒരു പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് എ സ്പെസിഫിക് ഒരു ഗ്രൂപ്പുമായിട്ട് ഒരു പേഴ്സണലായിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവും. ഒരു ഇൻ ഗ്രൂപ്പ് മെൻറ്റാലിറ്റി, അതായത് നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മളെല്ലാം ഒരുമിച്ചാണ്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരാണ്, ആ ഒരു വി ഫീലിംഗ്, ആ ഒരു 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 വി ബിഹേവിയർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കുന്നവരാണ് എന്നുള്ളത്, അത് ഈ സോഷ്യൽ ഐഡൻറ്റിറ്റിയിൽ വരുന്നതാണ്. ഇനി സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി, ഇതിന് പിന്നിൽ ചില തിയറിയുണ്ട്. സെൽഫ് കൺസെപ്റ്റ് ഈസ് വൺസ് സെൽഫ് ഐഡൻറ്റിറ്റി വിച്ച് കൺസിസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ബിലീവ്സ് ആൻഡ് ഫീലിങ്സ് എബൌട്ട് വൺ സെൽഫ്. ശ്രദ്ധിക്കുക, എന്താണ് ഈ സെൽഫ് കൺസെപ്റ്റ്? സ്വയം നമുക്കുള്ള നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ധാരണ, സ്വയം ധാരണ, സെൽഫ് കൺസെപ്റ്റ്, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വിലയിരുത്തുന്നത് ഈസ് വൺസ് സെൽഫ് ഐഡൻറ്റിറ്റി, ഒരാളുടെ സെൽഫ് ഐഡൻറ്റിറ്റിയാണ്. വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ്, ഒരു കളക്ഷനാണ്, അത് ഓർഗനൈസ്ഡ് ആണ്, ഓഫ് ബിലീവ്സ് ആൻഡ് ഫീലിങ്സ് എബൌട്ട് വൺ സെൽഫ്, സ്വന്തം ചില ബിലീവ്സും ചില ഫീലിങ്സും, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ സെൽഫ് കൺസെപ്റ്റിൽ വരുന്നത്. ഇനി സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി വാസ് ഡെവലപ്ഡ് ബൈ ടാജ്ഫെൽ, TAJFEL, ടാജ്ഫെൽ ആൻഡ് ടേണർ ഇൻ 1979. 1979 സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി വരുന്നത്. In this theory, it was highlighted that a person has not one personal self. ഒരു പേഴ്സണൽ സെൽഫ് അല്ല ഒരു വ്യക്തിക്കുള്ളത്, അതായത് ഒറ്റ ഒരു സെൽഫ് മാത്രമല്ല ഉള്ളത്, ഒറ്റ പേഴ്സണൽ സെൽഫ് അല്ല ഉള്ളത്, ബട്ട് റേദർ സെവറൽ സെൽഫ്സ്, പല തരത്തിലുള്ള പേഴ്സണൽ ഐഡൻറ്റിറ്റി ഉണ്ട്, ബട്ട് റേദർ സെവറൽ സെൽഫ്സ് ദാറ്റ് കറസ്പോണ്ട് ടു വൈഡനിങ് സർക്കിൾസ് ഓഫ് ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ഉദാഹരണത്തിന് പല തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ, ഇപ്പോൾ ഒരാൾ ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല മെമ്പറായിട്ടുള്ളത്, പല ഗ്രൂപ്പുകളിൽ മെമ്പർ ആയിരിക്കാം. ഇപ്പം അഡ്വക്കേറ്റ്സ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ പുള്ളി അഡ്വക്കേറ്റ് ഗ്രൂപ്പിൽ അഡ്വക്കേറ്റിൻ്റെ ആയ ഒരു ഇത് കാണും. ഇനി ഒരു എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ ആ എഞ്ചിനീയർ ആണ് എന്നുള്ള ഒരു ഇത് കാണും. ഇപ്പോൾ ഒരു മാനേജർ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൽ പുള്ളി മാനേജർ എന്നുള്ള രീതിയിലായിരിക്കും ഉള്ളത്. അപ്പോൾ ഈ ഒരേ ആൾ തന്നെ ഈ മൂന്നിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി അഡ്വക്കേറ്റ് ആണ്, പുള്ളി എഞ്ചിനീയർ ആണ്, പുള്ളി മാനേജറാണ്. മൂന്ന് വ്യത്യസ്ത സെൽഫാണ് ഒരാളിൽ അപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർമാർ വേറെ സൈഡായിട്ട് വേറെ പല കാര്യങ്ങളും കാണാം, മറ്റ് പല ഗ്രൂപ്പുകളിലും കാണാം, ഡോക്ടർ മാത്രമായിരിക്കില്ല. അപ്പോൾ ഒറ്റ സെൽഫ് അല്ല ഒരാൾക്കുള്ളത്, ഒരാൾക്ക് മൾട്ടിപ്പിൾ സെൽഫ്സ് ആണ് ഉള്ളത്. അതാണ് ഈ തിയറിയിലെ, ഈ സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറിയുടെ പ്രത്യേകത. ഈ തേജ്ഫെൽ ആൻഡ് ടേണർ 1979 പറയുന്ന ഈ സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറിയിൽ, എ പേഴ്സൺ ഹാസ് നോട്ട് വൺ പേഴ്സണൽ സെൽഫ് ബട്ട് റേദർ സെവറൽ സെൽഫ്സ് ദാറ്റ് കറസ്പോണ്ട്സ് ടു വൈഡനിങ് സർക്കിൾസ് ഓഫ് ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. പല തരത്തിലുള്ള ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് ഉള്ളതുപോലെ പലതരത്തിലുള്ള ഒരു മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ ഹാസ് മൾട്ടിപ്പിൾ സോഷ്യൽ ഐഡൻറ്റിറ്റീസ്. ഒറ്റ ഐഡൻറ്റിറ്റി അല്ല. ഒരാൾ ടീച്ചറായിരിക്കാം, അതിൻ്റെ കൂടെ സൈഡായിട്ട് ചിലപ്പം ആ പുള്ളി ചിലപ്പം ഈ എന്ത് പറയാനായിട്ട് ഈ പൊളിറ്റിക്കലുമായിട്ട് ചില ബന്ധങ്ങളെല്ലാം കാണാം. അപ്പോൾ ഒരു പൊളിറ്റീഷ്യനാണ്, ടീച്ചറാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ സൈഡായിട്ട് കാണും. മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ്. It is the individual's self-concept derived from perceived membership of social groups. ഒരാളുടെ സെൽഫ് കൺസെപ്റ്റ് ആണ് derived from perceived membership of social groups. പല ഗ്രൂപ്പുകളിൽ മെമ്പറായി അതുവഴി അതിൽ നിന്ന് ഇമാജിൻ ചെയ്തെടുത്ത, പ്രിസീവ് ചെയ്തെടുത്ത പല തരത്തിലുള്ള ഐഡൻറ്റിറ്റികളാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇത് ഹോഗ് ആൻഡ് വൗഗൻ 2002 ഇത് പറയുന്നത്. ഇനി തേജ്ഫെൽ ആൻഡ് ടേണർ in 1979 identified 3 variables which has contribution to the in-group favoritism is particularly important. അതായത് ഇവർ പറയുന്നത് ഒരു 3 വേരിയബിൾ ഉണ്ട്. അതായത് ഈ ഒരു ഇൻ ഗ്രൂപ്പ് മെൻറ്റാലിറ്റിക്ക്, അതായത് നമ്മൾ ഒരു കുറച്ച് പേര് മാത്രം ചേർന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ഒരുമിച്ചാണ് ഉള്ളത് എന്നുള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു ഇൻ ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാവുന്നതെന്ന് ഒരു 3 വേരിയബിൾ ഉണ്ടെന്ന് പറയുന്നു. എന്താണ് ഈ 3 വേരിയബിൾ? ഒന്ന്, ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇൻഡിവിജ്വൽസ് ഐഡൻറ്റിഫൈ വിത്ത് ആൻ ഇൻ ഗ്രൂപ്പ് to internalize that group membership
ആസ് എൻ ആസ്പെക്ട് ഓഫ് ദിയർ സെൽഫ് കൺസെപ്റ്റ്. സ്വന്തം സെൽഫ് കൺസെപ്റ്റിനെ അതിനെ ഇൻറ്റേർണലൈസ് ചെയ്യുകയാണ് അവർ. ആ ഒരു ഇൻറ്റേർണലൈസ്ഡ് ഫീലിംഗ് ആണ്. വേർ ദി എക്സ്റ്റെൻഡ് ടു വിച്ച് ഇൻഡിവിജ്വൽസ് ഐഡൻറ്റിഫൈ വിത്ത് ആൻ ഇൻ ഗ്രൂപ്പ് ടു ഇൻറ്റേർണലൈസ് ദാറ്റ് ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ആ ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പിനെ ഇൻറ്റേർണലൈസ് ചെയ്ത് അവരുടെ സ്വന്തം സെൽഫ് കൺസെപ്റ്റിൻ്റെ ഒരു പാർട്ടായിട്ട് ആസ് എൻ ആസ്പെക്ട് ഓഫ് ദെയർ സെൽഫ് കൺസെപ്റ്റ്, സ്വന്തം സ്വയം ഒരു ധാരണയുണ്ടല്ലോ, വ്യക്തിത്വം, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇതാണ് എന്നുള്ള ആ വ്യക്തിത്വത്തിൻ്റെ ആ ധാരണ കൊണ്ടുവരാൻ വേണ്ടി. അത് അടുത്ത വേരിയബിൾ എന്ന് പറയുന്നത് ദി എക്സ്റ്റെൻഡ് ടു വിച്ച് ദ പ്രിവെയിലിംഗ് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ്സ് ഗ്രൗണ്ട് ഫോർ കമ്പാരിസൺ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. ദി എക്സ്റ്റെൻഡ് ടു വിച്ച് ദ പ്രിവെയിലിംഗ് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ്സ് ഗ്രൗണ്ട് ഫോർ കമ്പാരിസൺ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. മറ്റ് ഗ്രൂപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് കൊണ്ടുവരുന്നു തന്മൂലം. അടുത്ത വേരിയബിൾ, മൂന്നാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ദ പ്രിസീവ്ഡ് റെലവൻസ് ഓഫ് ദ കമ്പാരിസൺ ഗ്രൂപ്പ് which itself will be shaped by the relative and absolute status of the in-group. The relative and absolute status ആ in-group, അതായത് in-group എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കോർ ഗ്രൂപ്പ് ആയിരിക്കാം. ഒരു 4-5 പേര് മാത്രം, ഒരു ഗ്രൂപ്പിൽ ഒരുപാട് പേര് കാണും, പക്ഷെ ഒരു 4-5 പേര് മാത്രം അടങ്ങിയ ഒരു ചെറിയ ഒരു ഇൻ-ഗ്രൂപ്പ്. ഇവർ ഒറ്റക്കെട്ടായിട്ടായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എല്ലാം ഒരേ രീതിയിലുള്ള ചിന്താരീതികളും എയിമും കാര്യങ്ങളെല്ലാം ആയിരിക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇൻ-ഗ്രൂപ്പിന് അവർക്കൊരു കമ്പാരിസണായിട്ട് വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് അവർ ആ രണ്ട് ഇതുമായിട്ട് ഇൻ-ഗ്രൂപ്പും ആ ഒരു കമ്പാരിസൺ ഗ്രൂപ്പുമായിട്ട് ഏത് ഗ്രൂപ്പിനെയാണോ കമ്പയർ ചെയ്യാൻ എടുക്കുന്നത് അതുമായിട്ടുള്ള ആ ബന്ധം, ദ പ്രിസീവ്ഡ് റെലവൻസ് ഓഫ് ദി കമ്പാരിസൺ ഗ്രൂപ്പ് വിച്ച് ഇറ്റ്സെൽഫ് വിൽ ബി ഷേപ്ഡ് ബൈ ദ റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് സ്റ്റാറ്റസ് ഓഫ് ദി ഇൻ-ഗ്രൂപ്പ്. ഇങ്ങനെ 3 കൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്, ഈ ഇൻ-ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് സോഷ്യൽ ഐഡൻറ്റിറ്റി ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്, നേരത്തെ പറഞ്ഞു അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, കാറ്റഗറൈസ് ചെയ്യുന്നു, ഐഡൻറ്റിഫിക്കേഷൻ, കമ്പാരിസൺ ആൻഡ് സൈക്കോളജിക്കൽ ഡിസ്റ്റിങ്റ്റീവ്നെസ്. സൈക്കോളജിക്കലായിട്ട് ഒരു പ്രത്യേകം ഡിസ്റ്റിങ്റ്റീവായിട്ട്, അതായത് പ്രത്യേകം നിൽക്കുകയാണ്, അത് ഒരു യുണീക്കായിട്ട് നിൽക്കുകയാണ്, ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു എന്നുള്ളതിനെ കാണിക്കാനായിട്ട്. ഇനി നമ്മൾ ക്രൗഡിലോട്ട് വരികയാണ്. ഡെഫിനിഷൻ ഓഫ് ക്രൗഡ്. എന്താണ് ഈ ക്രൗഡ് എന്ന് പറയുന്നത്? CROWD, ക്രൗഡ് അല്ലെങ്കിൽ ജനക്കൂട്ടം, ആൾക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് സം പീപ്പിൾ സ്റ്റാൻഡ് ടുഗദർ ഫോർ സം ടൈം, കുറച്ച് നേരത്തേക്ക് കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കുന്നു എങ്കിൽ, ഇഫ് സം പീപ്പിൾ സ്റ്റാൻഡ് ടുഗദർ ഫോർ എ ഷോർട്ട് ടൈം അറ്റ് എനി പ്ലേസ്, കുറച്ച് നേരത്തേക്ക് ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ, ദറ്റ് ഇറ്റ് മേ ബി കോൾഡ് ക്രൗഡ്. അതിനെ ജനക്കൂട്ടം എന്ന് പറയാം. The crowd is the most transitory and unstable of all the social groups. ഏതൊക്കെ സോഷ്യൽ ഗ്രൂപ്പുകൾ എടുത്താലും ഈ ക്രൗഡാണ് ഏറ്റവും ട്രാൻസിറ്ററിയും അൺസ്റ്റേബിളും. അതായത് അൺസ്റ്റേബിളാണ്. നമുക്ക് ഈ ക്രൗഡിനെ കുറിച്ച് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എത്ര നേരം അത് അവിടെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതൊരു അൺസ്റ്റേബിളാണ്. അതിനെക്കുറിച്ച് അത് അഗ്രസീവ് ആവോ കാം ആവോ ഒരുപാട് കാര്യങ്ങൾ ഈ ക്രൗഡിനെ കുറിച്ച് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര നേരം ഇങ്ങനെ ഒരു ജനക്കൂട്ടം നിലനിൽക്കും ആ സ്ഥലത്ത്, ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത്, അതും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മോസ്റ്റ് ട്രാൻസിറ്ററി ആൻഡ് അൺസ്റ്റേബിൾ ഓഫ് ഓൾ സോഷ്യൽ ഗ്രൂപ്പ്സ്. ആക്ച്വലി ക്രൗഡ് എക്സിബിറ്റ്സ് നോ പാറ്റേൺസ്, നോ ക്യാരക്ടറിസ്റ്റിക് എക്സ്പ്രഷൻ. പ്രത്യേകിച്ച് ഒരു പാറ്റേണോ, അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്ത് വരുമ്പോൾ നമുക്കൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്ത് ആക്ടിവിറ്റി ആയിരുന്നാലും. ഇപ്പോൾ ദിവസേന രാവിലെ എണീച്ച് പല്ല് തേക്കുന്നു, അത് കഴിഞ്ഞ് എന്തെങ്കിലും രാവിലത്തെ മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നു, അത് കഴിഞ്ഞ് എന്തെങ്കിലും എക്സസൈസ് ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നു, അത് കഴിഞ്ഞ് ആഹാരം കഴിക്കുന്നു. ഇതൊരു പാറ്റേൺ ദിവസേന ചെയ്യുകയാണെങ്കിൽ അതൊരു പാറ്റേൺ ആണ്. ഇതേപോലത്തെ ഒരു പാറ്റേൺ ഒന്നും ക്രൗഡിനില്ല. ക്രൗഡ് പെട്ടെന്നൊരു കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത് ജനക്കൂട്ടം കൂടുന്നു, അതിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കും, അത് കഴിഞ്ഞ് അതങ്ങ് ഡിസ്പേഴ്സ് ചെയ്ത് പിരിഞ്ഞങ്ങ് പോകണം. അത്രയേ ഉള്ളൂ. ആർക്കും ഒന്നും ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റില്ല. നോ ക്യാരക്ടറിസ്റ്റിക് എക്സ്പ്രഷൻ, exhibits no pattern, no characteristic expression. The collection of human beings in the market, മാർക്കറ്റിലെ ഒരു ജനക്കൂട്ടം, ചന്തയിലുള്ള ഒരു ജനക്കൂട്ടം, ഓർ ഇൻ ദ ഓപ്പൺ സ്പേസിൽ ഈസ് ആൾസോ ഡിസൈനേറ്റഡ് ആസ് ക്രൗഡ്. അതും ക്രൗഡാണ്. ഇനി മാക് ഈവർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഡിഫൈൻസ് ക്രൗഡ് ആസ്, ക്രൗഡിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, എ ഫിസിക്കലി കോമ്പാക്ട് അഗ്രിഗേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് brought into direct, temporary and unorganized contact with one another. ആ ഡെഫിനിഷൻ ശ്രദ്ധിക്കണം. എ ഫിസിക്കലി കോമ്പാക്ട് അഗ്രിഗേഷൻ, ഫിസിക്കലായിട്ട് ജനസമൂഹം
കോമ്പാക്റ്റ് ആണ്, കുറച്ച് പേരെ അവിടെ ഉണ്ടാവും, കുറച്ച് പേരെ ആയിരിക്കും അവിടെ, കോമ്പാക്റ്റ് ആണ്, എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അഗ്രിഗേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ബ്രോട്ട് ഇൻ ടു ഡയറക്റ്റ്, ടെമ്പററി ആൻഡ് അൺഓർഗനൈസ്ഡ് കോണ്ടാക്ട്. ഡയറക്റ്റ് ആണ്, ടെമ്പററി ആണ്, പെർമനൻ്റ് അല്ല, അൺഓർഗനൈസ്ഡ് ആണ്, പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷൻ ഒന്നും അവിടെ ഇല്ല, അൺഓർഗനൈസ്ഡ് ആണ്, കോണ്ടാക്ട് വിത്ത് വൺ അനദർ. അതാണ് ആ ഡെഫിനിഷൻ, മാക്യൂവറിൻ്റെ ഡെഫിനിഷൻ ക്രൗഡിനെ കുറിച്ച്. ഇനി വേറൊരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് കിംബാൾ യങ്, എ ക്രൗഡ് ഈസ് എ ഗ്യാതറിംഗ് ഓഫ് എ കൺസിഡറബിൾ നമ്പർ ഓഫ് പേഴ്സൺസ് around a center or point of common attraction. അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്യാതറിംഗ് ഓഫ് എ കൺസിഡറബിൾ നമ്പർ ഓഫ് പേഴ്സൺസ് എറൗണ്ട് എ സെൻറ്റർ ഓർ പോയിന്റ് ഓഫ് കോമൺ അട്രാക്ഷൻ. ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു 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 അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച ഒരു കൂട്ടം ജനങ്ങൾ. ആ പ്രത്യേക സ്ഥലം ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കാര്യം കാണും, ഒരു റോഡ് ആക്സിഡൻറ്റ് ചിലപ്പോൾ നടന്ന് കാണാം, അല്ലെങ്കിൽ ഒരു ലേലം വിളി വല്ലതും നടക്കുകയായിരിക്കാം. അപ്പോൾ ചന്തയിൽ ഒരു ലേലം വിളി, മീൻ കച്ചവടം നടക്കണമായിരിക്കാം, അവിടെ ഒരു ജനക്കൂട്ടം മീനിൻ്റെ വില അറിയാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ക്രൗഡ് എന്ന് പറയുന്നു ഇതിനെ. ഇനി അടുത്തത് ഒരു ഇന്ത്യൻ സോഷ്യൽ സൈക്കോളജിസ്റ്റിൻ്റെ ഡെഫിനേഷനാണ്. അക്കോർഡിംഗ് ടു മജുംദർ, എ ക്രൗഡ് ഇസ് ആൻ അഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഡ്രോൺ ടുഗദർ ബൈ ആൻ ഇൻട്രസ്റ്റ്. ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഒരു ഇൻട്രസ്റ്റ് കാരണമാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് മീൻ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുന്ന ജനക്കൂട്ടം, മീൻ വിൽക്കാനായിട്ട് ലേലം വിളി നടക്കുകയാണ്. വിത്തൗട്ട് പ്രീ മെഡിറ്റേഷൻ, മുൻകൂട്ടി ഒന്നും ഒരു പ്രത്യേകിച്ച് ചിലപ്പോൾ ചില സമയത്ത് ഒരു ധാരണയൊന്നും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് റോഡ് ആക്സിഡൻറ്റ്, മുൻകൂട്ടി ഒന്നുമല്ല, പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. വിത്തൗട്ട് പ്രീ മെഡിറ്റേഷൻ ഓൺ ദ പാർട്ട് ഓഫ് എനി ഓഫ് ദം, ഓരോരുത്തരുടെ ഭാഗത്തും പെട്ടെന്ന് എടുത്ത ഒന്നാണ്, മുൻകൂട്ടി ഒരു തീരുമാനമില്ല. വിത്തൗട്ട് പ്രീ മെഡിറ്റേഷൻ ഓൺ ദ പാർട്ട് ഓഫ് എനി ഓഫ് ദം ആൻഡ് വിത്തൗട്ട് ഈവൻ ടെൻറ്റേറ്റീവ് പ്രൊവിഷൻ ഓഫ് വാട്ട് ടു എക്സ്പെക്ട്. ഇവർക്ക് ആർക്കും അറിയില്ല എന്താണ് നടക്കാൻ പോകുന്നത്. പെട്ടെന്ന് കുറേ ആൾക്കാർ കൂടി പെട്ടെന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അവരെല്ലാം അങ്ങ് പിരിഞ്ഞു പോകുന്നു. വിത്തൗട്ട് ഈവൻ ടെൻറ്റേറ്റീവ് പ്രൊവിഷൻ ഓഫ് വാട്ട് ടു എക്സ്പെക്ട്, എന്താണ് നടക്കാൻ പോകുന്നത് ഇവർക്ക് ആർക്കും അറിഞ്ഞുണ്ട്, ഈ ക്രൗഡിലുള്ളവർക്ക്. അടുത്തത് ക്രൗഡ് ബിഹേവിയർ ഇൻവോൾവ്സ് 3 ആസ്പെക്ട്. ഇന്ന് 3 ആസ്പെക്റ്റ് ഉണ്ട് ഈ ക്രൗഡ് ബിഹേവിയർ എന്ന്. ഒന്ന്, സൈക്കോളജിക്കൽ കണ്ടിന്യൂറ്റി, ഒരു സൈക്കോളജിക്കൽ മെൻ്റൽ ഫീലിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അവിടെ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാവരും ആകാംക്ഷയായിട്ട് എന്തിനോ വേണ്ടി നിൽക്കും പോലെ. പോളറൈസേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ, എല്ലാവർക്കും അവരുടെ താല്പര്യവും അവരുടെ അറ്റൻഷനും പോളറൈസ്ഡാണ്, ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് അവരുടെ ഇൻട്രസ്റ്റും അവരുടെ അറ്റൻഷനും. ട്രാൻസിഷൻ ആൻഡ് ടെമ്പററി ക്യാരക്ടർ, അധികം നേരമൊന്നും ഇതുണ്ടാവില്ല, കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇതിങ്ങനെ ജനക്കൂട്ടമായിട്ട് നിൽക്കുന്നുള്ളൂ. A crowd collects because of some curiosity, interest and other temporary causes. ഒരു ക്രൗഡ് ജനക്കൂട്ടം ഉണ്ടാവുന്നത് എന്തോ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു താല്പര്യം, ഇൻട്രസ്റ്റ്, ഓർ അതർ ടെമ്പററി കോസസ്, താൽക്കാലികമായ കാരണം, ആൻഡ് ഡിസോൾവ്സ് ആസ് മെനി ആസ് ഇസ് കോസ് വാനിഷസ്. പെട്ടെന്ന് തന്നെ ആ ക്രൗഡ് ഡിസോൾവ് ചെയ്യാം, ഡിസ്പേഴ്സ് ചെയ്യാം. ഏത് കാരണമാണോ അവിടെ ഉണ്ടായത് അത് മാറിക്കഴിഞ്ഞാൽ ക്രൗഡും അതുപോലെ പെട്ടെന്ന് ഡിസ്പേഴ്സ് ചെയ്ത് പോവുകയും ചെയ്യും. ഇഫ് 2 people സ്റ്റാർട്ട് ഫൈറ്റിംഗ് ഓൺ ദ റോഡ്, രണ്ടുപേര് തമ്മിൽ അടികൂടുകയാണെന്നുണ്ടെങ്കിൽ എ ക്രൗഡ് വിൽ കളക്ട്, പെട്ടെന്നൊരു ക്രൗഡ് ഉണ്ടാവും. ആൻഡ് വെൻ ദേ സ്റ്റോപ്പ് ദ സ്ട്രഗിൾ ഇറ്റ് വിൽ ബ്രേക്കപ്പ്. അടി നിന്ന് കഴിഞ്ഞാൽ ക്രൗഡും അതുപോലെ ബ്രേക്കപ്പ് ചെയ്തങ്ങ് പോകും. അത്രയേ ഉള്ളൂ, ക്രൗഡ് എന്ന് വേണം, അത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് സൈക്കോളജിക്കലും മറ്റ് പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ട്. ഈ പെട്ടെന്ന് ഒരുമിച്ച് വരുന്ന ഒരു ജനക്കൂട്ടം, ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അങ്ങ് പിരിഞ്ഞു പോകുന്നത്, ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അതിനു മുമ്പേ നമ്മൾ ആ കാര്യത്തിൽ വരുന്ന മുമ്പേ ഈ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്രൗഡ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഇല്ല, ആക്റ്റീവ് ക്രൗഡ്. ക്രൗഡ്സ് കുഡ് ബി ഡിവൈഡഡ് ഇൻ ടു 2 classes, ആക്റ്റീവ് ആൻഡ് ഇൻആക്റ്റീവ്. ക്രൗഡിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, ആക്റ്റീവ് ക്രൗഡ്, ഇൻആക്റ്റീവ് ക്രൗഡ്. ആക്റ്റീവ് ക്രൗഡ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു 4 classes. ആക്റ്റീവിനെ വീണ്ടും 4 ആയിട്ട് തിരിക്കാം. അതിൻ്റെ പേരുകൾ: അഗ്രസീവ് ക്രൗഡ് വളരെ അഗ്രസീവ് ആയിരിക്കും. പാനിക്കി ക്രൗഡ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയായിരിക്കും ക്രൗഡ് എന്തോ കാരണത്താൽ. ഉദാഹരണത്തിന് ഉത്സവത്തിന് ആൾക്കാർ പങ്കെടുക്കാനായിട്ട് ജനക്കൂട്ടം, പെട്ടെന്ന് ആന വരണ്ടു, ജനക്കൂട്ടം മൊത്തം അങ്ങോട്ട് ഇളവി, അങ്ങോട്ട് ആന വരണ്ടു. എപ്പോൾ ആന ചവിട്ടുന്നുള്ളത് അറിഞ്ഞൂടാ, ജനങ്ങൾ അങ്ങോട്ട് ഇളവി ഓടുകയായിരിക്കും. അടുത്തത് അക്യൂസിറ്റീവ് ക്രൗഡ്, എന്തോ ഒന്ന് അക്യൂർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ക്രൗഡ്. എക്സ്പ്രസീവ് ക്രൗഡ്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ക്രൗഡാണ് ഉള്ളത്. ഇതിൽ ഈ അഗ്രസീവ് ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് ബ്രീഫായിട്ട്, ഇറ്റ് ഈസ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ ഇൻ ആൻ അഗ്രസീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡ്. ശ്രദ്ധിക്കണം,
അഗ്രസീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡ്. ഒരു കൂട്ടം ജനക്കൂട്ടം, ഉദാഹരണത്തിന് ലഹള നടക്കുന്ന സമയമാണ്, ഒരു സ്ഥലത്ത് ലഹള നടക്കണം, പോലീസ് കർഫ്യൂ ഇമ്പോസ് ചെയ്യാൻ പോവുകയാണ്, ലഹള നടക്കുകയാണ്, ഒരു ജനക്കൂട്ടം വരുന്നു, ഒരു മതത്തിൻ്റെ ജനക്കൂട്ടം വരുന്നു, ഭയങ്കരമായിട്ട് അഗ്രസീവാണ്, അവർ സർവവും നശിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതിലാണ് അവർ വരുന്നത്. കേപ്പബിൾ ഓഫ് എനി ആൻഡ് എവറി ആക്ട് ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇറാഷണാലിറ്റി, ബ്രൂട്ടാലിറ്റി ആൻഡ് ഇൻഹ്യൂമാനിറ്റി. അപ്പോൾ അതാണ് അഗ്രസീവ് ക്രൗഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പാനിക്കി ക്രൗഡ്. പാനിക്കി ക്രൗഡ് ഈസ് ദ പാനിക്കി ഓർ ഫിയർ സ്റ്റിക്കൻ ക്രൗഡ്. പേടിച്ച് വിരണ്ടിരിക്കുന്ന ക്രൗഡാണ്. ഹൂസ് കോൺസ്റ്റിറ്റ്യൂന്റ് മെമ്പേഴ്സ് ആർ ആൾമോസ്റ്റ് ക്രേസ്ഡ് വിത്ത് ഫിയർ. പേടി കൊണ്ട് കണ്ടമാനം പേടി കാരണം. ടു എ പോയിന്റ് വേർ ദേ ക്യാൻ നോ ലോങ്ങർ തിങ്ക് ആൻഡ് ഫൈൻഡ് റീസൺ. അവർക്ക് ചിന്തിക്കാൻ നേരമില്ല, അവർക്കൊരു കാര്യങ്ങളെക്കുറിച്ച് റീസൺ ചെയ്യാൻ പോലും നേരമില്ല. ദേ ആർ കൺസേൺഡ് വിത്ത് ദ പ്രൈം കോസ്റ്റ് ഓഫ് സേവിങ് ദെയർ ലൈഫ്സ്. അവർക്ക് സ്വന്തം ജീവിതം രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഉത്സവത്തിന് ആന വരണ്ടു, ചുറ്റുവട്ടാനുള്ള ആൾക്കാരെല്ലാം കൂടെ വരണ്ടു ഓടാൻ തുടങ്ങി. ക്രൗഡ് പാനിക്കി ക്രൗഡാണ് അവിടെ. അടുത്തത് അക്യൂസിറ്റീവ് ക്രൗഡ്. അക്യൂസിറ്റീവ് ക്രൗഡ് ഈസ് കമ്പോസ്ഡ് ആൾമോസ്റ്റ് എൻറ്റയർലി ഓഫ് ഇൻഡിവിഡ്വൽസ്. ഇതെല്ലാം ഇൻഡിവിഡ്വൽസ് ഹൂസ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഗെയിൻ ഓർ ഒബ്റ്റെയിൻ സംതിങ്. എന്തോ ഒന്ന് വാങ്ങിക്കാനോ എന്തോ ഒന്ന് കിട്ടാനോ വേണ്ടി നിൽക്കുകയാണ്. ഉദാഹരണത്തിന് ബീറ്റ് സിനിമ ടിക്കറ്റ്, കെറസിൻ ഓയിൽ, റേഷൻ കടയിലെ ക്യൂ, റേഷൻ വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സിനിമ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ക്യൂ, ഒരു മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, വെളിയിൽ വലിയ ക്യൂ, അതൊരു ക്രൗഡാണ്. റെയിൽവേ ടിക്കറ്റ് എടുക്കാനായിട്ട് അതൊരു ക്രൗഡാണ്. പക്ഷെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അത് അക്യൂസിറ്റീവ് ക്രൗഡാണ്. ഇനി അടുത്ത് എക്സ്പ്രസീവ് ക്രൗഡ്. ഇൻ ദിസ് കൈൻഡ് ഓഫ് ക്രൗഡ് സം പീപ്പിൾ ഗ്യാതേർഡ് ടു ഗീവ് എക്സ്പ്രഷൻ ഓർ ടു മാനിഫെസ്റ്റ് ദെയർ ഡിമാൻഡ്സ് ഓർ സെൻറ്റിമെൻറ്റ്സ്. സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള ഒരു ക്രൗഡ്, അവർ പ്രത്യേകം മുദ്രാവാക്യമല്ല, ഒരു ഓരോ സമയത്ത് അവർ വിളിക്കുന്നുണ്ട്, ഒരു ആവശ്യത്തിന് വേണ്ടി അവർ ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. ചില കാര്യങ്ങൾ, അവരുടെ ചില അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. എക്സ്പ്രസീവ് ക്രൗഡാണ് അത്. സം പീപ്പിൾ ഗ്യാദർ ടു ഗീവ് എക്സ്പ്രഷൻ ഓർ ടു മാനിഫെസ്റ്റ് ദെയർ ഡിമാൻഡ്സ് ഓർ സെൻറ്റിമെൻറ്റ്സ്. അത് എക്സ്പ്രസീവ് ക്രൗഡാണ്. ഇനി അപ്പോൾ ആക്റ്റീവ് ക്രൗഡ് 4 പറഞ്ഞു: അഗ്രസീവ്, പാനിക്കി, അക്യൂസിറ്റീവ് ആൻഡ് എക്സ്പ്രസീവ് ക്രൗഡ്. ഇനി അടുത്തത് ഇൻആക്റ്റീവ് ക്രൗഡ്. എന്താണ് ഈ ഇൻആക്റ്റീവ് ക്രൗഡ്? നോ ക്രൗഡ് ഈസ് കംപ്ലീറ്റ്ലി ഇൻആക്റ്റീവ്. സാധാരണ ഒരു ക്രൗഡും കംപ്ലീറ്റ് ആയിട്ട് ഇൻആക്റ്റീവ് അല്ല. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ആക്റ്റീവ് ആൻഡ് ഇൻആക്റ്റീവ് ക്രൗഡ് ഈസ് ഓൺലി റിലേറ്റീവ്. അത് റിലേറ്റീവ് ആണ്. അതായത് ഒന്നിനെ അനുസരിച്ചിരിക്കും മറ്റൊന്ന് എന്നുള്ള രീതിയാണ്, റിലേറ്റീവ് ആണ്. ദ ഇൻആക്റ്റീവ് ക്രൗഡ് ഈവൻ റിസംബിൾസ് ആൻ ഓഡിയൻസ്. ഇപ്പോൾ ഒരു ഓഡിയൻസ് പോലെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, സിനിമ കാണാതിരിക്കുന്ന ഒരു ഓഡിയൻസ്, അതുപോലെ ഇരിക്കും മിക്കവാറും ഒരു ഇൻആക്റ്റീവ് ക്രൗഡ്. ഇനി ഇതിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒരു ക്രൗഡിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഞാൻ നമ്പർ ചെയ്താണ് പോയിട്ടുള്ളത്. ക്രൗഡിൻ്റെ എന്തൊക്കെയാണ് ഈ ക്രൗഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ക്രൗഡ് ഹാസ് നോ പ്രീ ഡിറ്റർമിൻഡ് എയിം. പ്രത്യേകിച്ച് ഒരു മുൻകൂട്ടി തീരുമാനം എടുത്ത ഒരു എയിം ഒന്നും സാധാരണ ക്രൗഡിനില്ല. ദർ ഈസ് നോ ഡെഫിനിറ്റ് ടൈം ആൻഡ് പ്ലേസ് ഫോർ ക്രൗഡ്. പ്രത്യേകിച്ചൊരു സമയമോ സ്ഥലമോ ഒന്നുമില്ല. എവിടെ വേണോ, എപ്പോൾ വേണോ, ഏത് സമയത്ത് വേണോ ഒരു ജനക്കൂട്ടം ഉണ്ടാവാം. പ്രത്യേകിച്ച് ഒരു മുൻകൂട്ടി ഒരു തീരുമാനമൊന്നും അവിടെ ഇല്ല. ഇറ്റ് ഈസ് എ കോൺഗ്രിഗേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ടെമ്പറലി ഐഡൻറ്റിഫൈഡ് ദ കോമൺ ഇൻട്രസ്റ്റ്. പെട്ടെന്ന് ഒരു കോമൺ ഇൻട്രസ്റ്റ് കാരണം, പെട്ടെന്ന് ഒരു കോമൺ ആയിട്ട് ചില താല്പര്യം കാരണം കുറച്ച് ആൾക്കാർ ജനക്കൂട്ടമായിട്ട് ഇങ്ങനെ വന്ന് ഒരു കൂട്ടം കൂടി, അത്രയേ ഉള്ളൂ. ഇറ്റ് സീംസ് ദാറ്റ് മെമ്പേഴ്സ് ആർ മോട്ടിവേറ്റഡ് ബൈ ഇമോഷൻസ് ആൻഡ് സൂൺ ബിക്കം അൺകൺട്രോളബിൾ. ചിലപ്പം ഇവർക്ക് ഈ ക്രൗഡിലുള്ളവർ ഇമോഷണൽ ആയിരിക്കാം, അവർക്ക് ആൻഡ് ചിലപ്പോൾ അത് അൺകൺട്രോളബിളും ആയിരിക്കാം, നിയന്ത്രിക്കാൻ പറ്റാത്ത ക്രൗഡും ആയിരിക്കാം. ദ ബിഹേവിയർ ഓഫ് ക്രൗഡ് ഈസ് നോട്ട് സർട്ടൺ. സാധാരണ അതിൻ്റെ ബിഹേവിയർ എളുപ്പം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് സർട്ടൺ. പീപ്പിൾ വിത്തിൻ ദ ക്രൗഡ് സ്റ്റിമുലേറ്റ് ഈച്ച് അതർ. പരസ്പരം, കാരണം ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചൊരു കാര്യം ചെയ്യണം, നമ്മളിപ്പോൾ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് പോകുന്ന രീതിയായി പോകും. ഒരു ഒഴുക്ക് പോലെയാണ് ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ. സോ പീപ്പിൾ വിത്തിൻ ദ ക്രൗഡ് സ്റ്റിമുലേറ്റ് ഈച്ച് അതർ. Members of the crowd are generally uncontrolled, unorganized, disordered. അവർ അൺകൺട്രോൾഡ് ആണ്, അൺഓർഗനൈസ്ഡ് ആണ്, ഡിസോർഡേർഡ് ആണ്. മെമ്പേഴ്സ് ആർ മോട്ടിവേറ്റഡ് ബൈ ഇമോഷൻസ് ആൻഡ് സൂൺ ബിക്കം അൺകൺട്രോളബിൾ. നേരത്തെ പറഞ്ഞു നമ്മൾ, അതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്ത്, ദ ക്യൂരിയോസിറ്റി
values and emotions are temporarily identical and which arises because of common interest. കോമൺ ആയിട്ട് ഒരു താല്പര്യമുണ്ട് ഈ ക്രൗഡ്, അതാണ് ജനക്കൂട്ടമായിട്ട് ഒരു സ്ഥലത്ത് കൂടിയത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ക്യൂരിയോസിറ്റി ഉണ്ട്, ഒരു അവർക്ക് അതിൻ്റെ ചില വാല്യൂസും ചില ഇമോഷൻസ് എല്ലാം അവർക്ക് അവിടെ ഉണ്ട്, പെട്ടെന്ന് ഒരു സ്ഥലത്ത് പെട്ടെന്ന് ആൾക്കാർ കൂടാനായിട്ട്. ഇനി അടുത്തത്, ഇമേഴ്സ്ഡ് ഇൻ ദ ക്രൗഡ് ദ ഇൻഡിവിജ്വൽ ലൂസസ് സെൽഫ് കൺട്രോൾ. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഒരിക്കൽ ക്രൗഡിലോട്ട് ചെന്ന് കയറിക്കഴിഞ്ഞാൽ, ഒരു ജനക്കൂട്ടത്തിലോട്ട് ചെന്ന് കയറിക്കഴിഞ്ഞാൽ ദ ഇൻഡിവിജ്വൽ യൂസസ് സെൽഫ് കൺട്രോൾ, മിക്കവാറും സാധാരണ ചിലപ്പോൾ സെൽഫ് കൺട്രോൾ ചിലപ്പോൾ നശിക്കും. ആൻഡ് മേ എൻഗേജ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്. മറ്റുള്ളവരെല്ലാവരും എന്ത് ചെയ്യുന്നു അതുപോലെ നമ്മളും ചിലപ്പം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് സെക്രട്ടറിൻ്റെ മുമ്പിൽ നിന്ന് കുറേ പേര് ഭയങ്കര ഇമോഷണലായിട്ട് അങ്ങോട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ അവിടെ നിന്നുകൊണ്ട് അവർ ഈ ഇത് മുദ്രാവാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളും കൂടെ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും കൂടെ എന്തെങ്കിലും എല്ലാം പറയണ്ടേ, നമ്മളും കൂടെ മുദ്രാവാക്യം വിളിക്കുകയായിരിക്കും. പിന്നെ ഏറ്റവും അവസാനം ആ ഇമോഷണലായിട്ട് അവരുടെ ആ ഫീലിങ്സ് നമ്മളിലോട്ടും കൂടെ കയറി. Crowd behavior arises as a result of three mechanisms of anonymity, contagion, and suggestibility. കണ്ടേജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ളത് പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നത്, കണ്ടേജിയസ് ആയിട്ടുള്ളതാണ്. ആ ഒരു ഇമോഷൻ പെട്ടെന്ന് മറ്റുള്ളവരിലോട്ടും കൂടെ അങ്ങ് പടരും അങ്ങോട്ട്. അനോണിമിറ്റി, ആരാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ ഈ ക്രൗഡിൽ വന്നിരിക്കുന്നവർ ആരൊക്കെയാണ്, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുന്നവരാണ്. പിന്നെ സജസ്റ്റിബിലിറ്റി, ഇത് ഒരു എന്തൊക്കെയോ ഇവർ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ crowd arises as a result of three mechanisms of anonymity, contagion, and suggestibility. ഇനി അടുത്തത് ഡൊളാർഡ് in 1939 used the frustration aggression hypothesis to explain the violent behavior of crowds. ചില സമയത്ത് ക്രൗഡുകൾ വയലൻ്റ് ആവും. അപ്പോൾ അവിടെ ഒരു ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് ആണ് ഈ ഡൊളാർഡ് ഉപയോഗിക്കുന്നത് in 1939. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അത്. ഇനി ടേണർ in 1964 explained crowd behavior in terms of emergent norms. പുതിയതായിട്ട് വരുന്ന നിയമങ്ങൾ ചട്ടങ്ങളെക്കുറിച്ച് എന്നുള്ള രീതിയിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത് ക്രൗഡ് ബിഹേവിയറിനെ. ദി കണ്ടേജിയൻ, ദ സ്പ്രെഡ് ഓഫ് ഫീലിങ്സ്. കണ്ടേജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്. The spread of the feelings and actions is facilitated by the process of mixing. മറ്റാൾക്കാരായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഇതങ്ങ് സ്പ്രെഡ് ചെയ്യണത്. ദ ക്ലോസ് പ്രോക്സിമിറ്റി, തൊട്ടടുത്തടുത്ത ആൾക്കാർ സാധ്യതയുള്ളത്. ബിക്കോസ് ദേ ഷെയർ സം കോമൺ ക്വാളിറ്റി ലൈക്ക് ഹോസ്റ്റിലിറ്റി, അഗ്രസീവ്നെസ് എക്സെട്ര. ചിലർക്ക് അവരുടേതായ ചില മറ്റു കാരണങ്ങൾ കാരണം അവർക്ക് വളരെ ഹോസ്റ്റൈലായിരിക്കാം, അഗ്രസീവായിരിക്കാം, വയലൻ്റ് ആയിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു അഗ്രസീവായിട്ട് ഭയങ്കരമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥലത്ത് ഇവർ ഒരുമിച്ച് വന്ന് കൂടും. അവരുടെ ഇമോഷൻസ് വെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 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 അവസരം എന്നുള്ള രീതിയിലായിരിക്കും അത് ചിലപ്പം മാറുന്നത്. ഇനി അടുത്തത് ക്രൗഡ് സൈക്കോളജി. എന്താണ് ഈ ക്രൗഡിൻ്റെ സൈക്കോളജി? ക്രൗഡ് സൈക്കോളജി മെയിൻലി റെഫേഴ്സ് ടു ദ സ്റ്റഡീസ് ആൻഡ് തിയറീസ് റിഗാർഡിങ് ദ ബിഹേവിയർ ഓഫ് ദ ക്രൗഡ്. എങ്ങനെയാണ് ക്രൗഡ് ബിഹേവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡീസും തിയറീസിനെയും കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ആൾസോ ദ സൈക്കോളജിക്കൽ കോസസ് ആൻഡ് എഫക്ട്സ് ഓഫ് ക്രൗഡ് പാർട്ടിസിപ്പേഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൗഡ് ഒരുമിച്ച്, ആ ജനക്കൂട്ടം ഒരുമിച്ച് വരുന്നത്? ഇങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഉള്ള എഫക്റ്റ് എന്താണ്? മറ്റ് ആൾക്കാർ, ഈ ക്രൗഡിലില്ലാത്ത, ഈ ജനക്കൂട്ടത്തിലില്ലാത്ത മറ്റ് ആൾക്കാരുണ്ടല്ലോ, പബ്ലിക്കായിട്ടുള്ളവർ, അവരിലുള്ള എഫക്റ്റ് എന്താണ്? ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വിഷയമാണ് ക്രൗഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇൻ ദ സ്റ്റഡി എൻടൈറ്റിൽഡ് ദ ക്രൗഡ്, എ സ്റ്റഡി ഓഫ് ദ പോപ്പുലർ മൈൻഡ്. അതൊരു റിസർച്ച് സ്റ്റഡിയുടെ ഹെഡിങ് ആണ്, ദ ക്രൗഡ്, എ സ്റ്റഡി ഓഫ് ദ പോപ്പുലർ മൈൻഡ്. അത് 1895 ആ സ്റ്റഡി നടന്നത്. ലീ ബോൺ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റാണ് അത് നടത്തിയത്. സജസ്റ്റഡ് ദാറ്റ് വെൻ പീപ്പിൾ ബിക്കം പാർട്ട് ഓഫ് എ ക്രൗഡ്,
ഒരു ജനക്കൂട്ടത്തിൻ്റെ ഒരു ഭാഗം ആവുമ്പോൾ they lose almost all of their individuality. സ്വന്തം വ്യക്തിത്വം അവിടെ നഷ്ടപ്പെടുന്നു. സ്വന്തമായിട്ടുള്ളത്. They lose all their individuality, autonomy and personal judgment and morality. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അതായത് എപ്പോഴാണോ ഒരു വ്യക്തി ഒരു ക്രൗഡിൻ്റെ ഭാഗമായിട്ട്, ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്, അപ്പം സ്വന്തം വ്യക്തിത്വം, സ്വന്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഇത് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്, മൊറാലിറ്റി, ശരിയും തെറ്റുമെന്നുള്ള കാര്യങ്ങൾ, ഓട്ടോണോമി, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള ആ ഒരു ഫീലിങ്, ഇതെല്ലാം അവിടെ നഷ്ടപ്പെടുന്നു. ക്രൗഡിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അക്കോർഡിംഗ് ടു കാൾ ജങ്, ഇറ്റ് ഈസ് കോൾഡ് കളക്റ്റീവ് അൺകോൺഷ്യസ്. ശ്രദ്ധിക്കണം, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നാണ് കാൾ ജങ് പറയുന്നത്. കളക്റ്റീവ് കോൺഷ്യസ് എന്നല്ല, അൺകോൺഷ്യസ് എന്നാണ് കാൾ യുങ് എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ, കാൾ യുങ് പറയുന്നത്. ഇനി കൺവെർജൻസ് തിയറി എമേർജ്ഡ് ഡ്യൂറിങ് ദ 20th സെഞ്ച്വറി. കൺവെർജൻസ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ടായി ഒരു 20th സെഞ്ച്വറിയിൽ. തിങ്കിങ് that acts of the crowd is in unified way. അതായത് ഈ ക്രൗഡിൻ്റെ പെരുമാറ്റം, അല്ലെങ്കിൽ ക്രൗഡിൻ്റെ ക്രൗഡ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്, അതൊരു യൂണിഫൈഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നോട്ട് ബിക്കോസ് ഓഫ് ദ കളക്റ്റീവ് മൈൻഡ് ഓഫ് ദ ക്രൗഡ്. ക്രൗഡിൻ്റെ കളക്റ്റീവ് മൈൻഡ് കൊണ്ടല്ല, നോട്ട് ബിക്കോസ് ഓഫ് ദ കളക്റ്റീവ് മൈൻഡ് ഓഫ് ദ ക്രൗഡ്, ബട്ട് ബിക്കോസ് ദേ ടെൻഡ് ടു ബി കമ്പോസ്ഡ് ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. ഒരേ രീതിയിലുള്ള ലൈക്ക് മൈൻഡഡ് പീപ്പിളാണ് ആ ക്രൗഡിലുള്ളത്. who are attracted into the crowd situation. അവർ ഈ ജനക്കൂട്ടത്തിലോട്ട് they were attracted into the crowd situation because of a shared interest or objective. എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യമോ ഒരു ലക്ഷ്യമോ ഉണ്ടായിരുന്നു. അത് കാരണമാണ് അവർ ഈ കളക്റ്റീവ് ആ ഒരു കളക്റ്റീവ് മൈൻഡ് ഫീലിംഗ് അവിടെ വരുന്നത് എന്ന് ആണ് ഈ കൺവേർജൻസ് തിയറിയിൽ പറയുന്നത്. ഇനി ക്രൗഡ് ബിഹേവിയർ. എന്താണ് ഈ ക്രൗഡ് ബിഹേവിയർ? ഇൻ ദ ക്രൗഡ് with the loss of individuality, വ്യക്തിത്വം, ഒരാളുടെ സ്വന്തമായ വ്യക്തിത്വം നഷ്ടപ്പെട്ട് ഒരു ക്രൗഡിലോട്ട് ലയിച്ച് ചേരുമ്പോൾ എ ഫോം ഓഫ് ഗ്രൂപ്പ് കോൺഷ്യസ്നെസ് ഡെവലപ്സ്, എ ഫ്യൂഷൻ ഓഫ് മൈൻഡ് വിത്ത് മൈൻഡ്. പല ആൾക്കാരുടെ മനസ്സുകളെല്ലാം ഏറെക്കുറെ ഒരുപോലത്തെ രീതിയാണ്. എല്ലാവരും ഒരേ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു, ഒരേ രീതിയിൽ ജാഥയായിട്ട് അവർ നടക്കുന്നു. A sympathetic participation on emotional level which is common to all the participants. ഇവരെല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്നു, ഇത് നിരനിരയായിട്ട് ജാഥയ്ക്ക് പോകുന്നു, കൊടി പിടിക്കുന്നു, സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, ഇമോഷണലാണ്, ലേശം വയലൻ്റ് ആണ്. അപ്പം സ്വന്തമായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി അവിടെ ഇല്ല, കളക്റ്റീവായിട്ടുള്ളതാണ് അവിടെ ഉള്ളത്. അടുത്തത്, ക്രൗഡ് ബിഹേവിയർ ഈസ് ദ റിലീസ് ഓഫ് റിപ്രസ്ഡ് ഡിസയേഴ്സ്. മനസ്സിൻ്റെ ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്ന ചില റിപ്രസ് ചെയ്ത് വച്ചിരിക്കുന്ന അടക്കി വച്ചിരിക്കുന്ന ചില ഡിസയേഴ്സിനെ റിലീസ് ചെയ്യുന്നതാണ് ഈ ക്രൗഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വി മേ തിങ്ക് ഓഫ് ദ ക്രൗഡ് ആസ് എ ടെമ്പററി കളക്ടിവിറ്റി വിത്തിൻ വിച്ച് തവാർട്ടഡ് ഇമ്പൾസസ് ആർ അഫോർഡഡ് ആൻ ഔട്ട്ലെറ്റ്. മറ്റ് സ്ഥലങ്ങളിലൊന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ചില അഗ്രസീവും ചില വയലൻറ്റും ആയിട്ടുള്ള ഫീലിങ്സ്, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരവും സ്ഥലവുമായിട്ട് കണക്കാക്കാം. നടു റോഡിൽ മുദ്ര വിളിച്ചുകൊണ്ട് ജാഥയായിട്ട് പോകുന്നു, ചിലവർ സർക്കാരിനെതിരെ തെറി വിളിക്കുന്നു. ഇതൊന്നും സാധാരണ ജനസമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. റോഡിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ജാഥയായിട്ട് നടന്നു പോകുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ചിലവർ അത് സാധിച്ചെടുക്കുന്നു. അവരുടെ ഉള്ളിലുള്ള മറ്റ് ചില വികാരങ്ങൾക്ക് റിപ്രസ് ചെയ്ത് വച്ചിരിക്കുന്ന ചില ഇമോഷൻസും അത് വെൻഡ് ചെയ്യാനായിട്ടുള്ള, പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സമയമായിട്ട് അത് വരുന്നു. The manifestations of crowd feeling deserve a study not only because they reveal the significance of this transitory form. അതായത് ഈ ഒരു മാറ്റം, മനുഷ്യരിലുണ്ടാകുന്ന ഒരു മാറ്റം, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സാധാരണ വളരെ ജെന്റിൽമാൻ സ്റ്റൈലെല്ലാമാണ്. പക്ഷെ വൺസ് ഒരു ക്രൗഡിലോട്ട് വരുമ്പോൾ, ഒരു ജനക്കൂട്ടത്തിൽ വരുമ്പം ഒരു വ്യത്യസ്തമായ ഒരാൾ, അതായത് ഒരാൾ വേറൊരു രീതിയിലോട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഈ രൂപാന്തരം എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഒരു പഠന വിഷയമാണിത്. The manifestation of crowd feeling deserve study not only because they reveal
ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ട്രാൻസിറ്ററി ഫോം, ഈ ഒരു മാറ്റം മനുഷ്യരിലുണ്ടാവുന്ന മാറ്റം, ട്രാൻസിറ്ററി ഫോം ഓഫ് അഗ്രിഗേഷൻ, ബട്ട് ഓൾസോ ബിക്കോസ് ദേ ത്രോ ലൈറ്റ് ഓൺ അതർ സോഷ്യൽ ഫിനോമിന, മറ്റ് സോഷ്യലായിട്ടുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഇത് ഒരു വഴി തെളിയിക്കുന്ന ഒരു പഠനമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി തിയറീസ് ഓഫ് എ ക്രൗഡ് ബിഹേവിയർ, ഇതിൽ ചില തിയറീസ് ഉണ്ട്. ക്ലാസിക്കൽ തിയറി, ഒന്നാമത്തെ തിയറി ക്ലാസിക്കൽ തിയറി, പിന്നെ കൺവേർജൻസ് തിയറി ഉണ്ട്, ഗ്രൂപ്പ് മൈൻഡ് തിയറി ഉണ്ട്. ഇങ്ങനെ 3 തിയറിയാണ് ഈ തിയറീസ് ഓഫ് ക്രൗഡ് ബിഹേവിയറിലുള്ളത്. അതിലെ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നതിൽ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഇൻ എ ഗ്രൂപ്പ് ഡു നോട്ട് തിങ്ക് ഇൻഡിവിജ്വലി, അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടല്ല ചിന്തിക്കുന്നത്, ബട്ട് ദേ തിങ്ക്, എക്സ്പീരിയൻസ് ആൻഡ് ആക്ട് ത്രൂ ദ ഗ്രൂപ്പ് മൈൻഡ്. ആ ഗ്രൂപ്പ് എങ്ങനെയാണോ, ആ ജനക്കൂട്ടം എങ്ങനെയാണോ, അതിൻ്റെ ജനക്കൂട്ടം അവിടെ കൂടിയത് എന്ത് ലക്ഷ്യത്തിന് വേണോ അതിലേക്കുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നതും പെരുമാറുന്നതും. ഇത് ക്ലാസിക്കൽ തിയറിയാണ് ഇത് പറയുന്നത്. വെൻ ഇൻഡിവിജ്വൽസ് കളക്ട് ഇൻ എ ഗ്രൂപ്പ്, their individual mind becomes a part of the collective mind. സ്വന്തം ഇൻഡിവിജ്വൽ മൈൻഡ് എന്ന് പറയുന്നത് കളക്റ്റീവ് മൈൻഡ് ആവും ജനക്കൂട്ടത്തിൽ വരുമ്പോൾ. ഉദാഹരണത്തിന് സെക്രട്ടറിയുടെ മുമ്പിലുള്ള ഒരു ജനക്കൂട്ടം, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, ലേശം അഗ്രസീവാണ്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം വെൻ ഇൻഡിവിജ്വൽസ് കളക്ട് ഇൻ എ ഗ്രൂപ്പ്, their individual mind becomes a part of the collective mind. The collective mind തിങ്സ് ഇൻ ഇറ്റ്സ് ഓൺ വേ, അത് കളക്റ്റീവ് മൈൻഡ് അതിൻ്റെതായ രീതിയിലായിരിക്കും അത് ചിന്തിക്കുന്നത്. ആൻഡ് ഫോമുലേറ്റ്സ് ഇറ്റ്സ് ഓൺ ഐഡിയാസ് ആൻഡ് തോട്ട്സ്, അതിൻ്റെതായ ഐഡിയാസും അതിൻ്റെതായ ചിന്തകളും ഒന്നുണ്ടാവും. വിച്ച് ദ ഇൻഡിവിജ്വൽ മൈൻഡ്സ് ഡു നോട്ട് ഫോർമുലേറ്റ് ഇൻ ദെയർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റീസ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും നമുക്ക് ഈ ചിന്താരീതിയും ഈ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ വൺസ് ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ മാത്രമേ, ഒരു ക്രൗഡിൽ വരുമ്പോൾ മാത്രമേ പുതിയതായിട്ട് ഇത്തരത്തിലുള്ള വ്യൂസും ഇത്തരത്തിലുള്ള ഫീലിങ്സും തോട്ട്സും ഉണ്ടാവുന്നുള്ളൂ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒന്നും ഇതുണ്ടാവത്തില്ല. ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ചില പ്രത്യേക ചിന്താ രീതികളും ഫീലിങ്സും, ചില നമ്മൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ വൺസ് ഇൻ എ ക്രൗഡ്. അപ്പോൾ ഇത് ക്ലാസിക്കൽ തിയറിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ഒരു സംഭവ വികാസത്തിനെ. ഇനി അടുത്തത് കൺവേർജൻസ് തിയറി. അക്കോർഡിംഗ് ടു കൺവേർജൻസ് തിയറി, പീപ്പിൾ ഹു വിഷ് ടു ആക്ട് ഇൻ എ സർട്ടൺ വേ കം ടുഗദർ ടു ഫോം ക്രൗഡ്സ്. ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് പെരുമാറണം എന്നുള്ള ഒരു കൂട്ടം ഒരു ആൾക്കാരാണ് സാധാരണ ഒരു ക്രൗഡ്, ഒരു ജനക്കൂട്ടത്തിലോട്ട് വരുന്നത്. ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ക്രൗഡ് ഇറ്റ്സെൽഫ് ഡസ് നോട്ട് ജനറേറ്റ് റേഷ്യൽ ഹേട്രഡ് ഓർ വയലൻസ്. ഒരു ക്രൗഡ് സാധാരണ ഒരു റേഷ്യൽ ഹേട്രഡോ അല്ലെങ്കിൽ വയലൻസോ ഉണ്ടാക്കാറില്ല ക്രൗഡ് സാധാരണ. ആക്ച്വലി ക്രൗഡ് അറൈസസ് ഫ്രം കൺവേർജൻസ് ഓഫ് പീപ്പിൾ, അതായത് കുറേ ആൾക്കാരുടെ കൺവേർജൻസ് ആണ്, ഒരുമിച്ച് വന്ന് ചേരുന്നത്, who oppose the presence of particular group of neighbors. അതാണ് ഉദാഹരണത്തിന് ഇപ്പം ഒരു സ്ഥലത്ത് ഇപ്പം മെജോറിറ്റി ആയിട്ട് ഇപ്പം ഒരു സ്ട്രീറ്റ് നമ്മൾ ഉദ്ദേശിക്കുക എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു റോഡുണ്ട്. ആ റോഡിൽ മെജോറിറ്റി ഇപ്പം ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് മെജോറിറ്റി എന്ന് വയ്ക്കുക. ആ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ ആ റോഡിൻ്റെ മെജോറിറ്റി വന്ന് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. മറു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ ഈ മറു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഇവ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ആക്ച്വലി ക്രൗഡ് അറൈസസ് ഫ്രം കൺവേർജൻസ് ഓഫ് പീപ്പിൾ ഹൂ ഒപ്പോസ് ദ പ്രസൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് നെയ്ബേഴ്സ്. അവർക്ക് മറ്റൊരു ഗ്രൂപ്പിനെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുവിടുക, അവരടുത്തുണ്ടാകുന്നത് കണ്ണെടുത്താൽ കണ്ടുവിടുക. അങ്ങനെ ഒരു ഫീലിങ്ങുമായിട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. അത് ഈ കൺവേർജൻസ് തിയറിയിലാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അടുത്തത് ഗ്രൂപ്പ് മൈൻഡ് തിയറി. എന്താണ് ഈ ഗ്രൂപ്പ് മൈൻഡ് തിയറി? ഈ ഗ്രൂപ്പ് മൈൻഡ് തിയറി ഹാസ് ബീൻ അഡ്വക്കേറ്റഡ് ബൈ, അതിൽ കുറേ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ലിബോൺ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, എസ്പിനാസ് പറഞ്ഞ ഒരാളുണ്ട്, ട്രോട്ടർ ഉണ്ട്, ദർഖീമുണ്ട്, മാക് ഡൗഗലുണ്ട്, ആൽപോർട്ടുണ്ട്. ഇവക്കെല്ലാവർക്കും അവരുടെയായ പ്രത്യേകം ഒരു ഐഡിയോളജി ഉണ്ട്. കുറച്ച് ബ്രീഫായിട്ടാണ് അത് പറയുന്നത്. ഇനി മെയിനായിട്ട് അക്കോർഡിംഗ് ടു ദിസ് തിയറി, അതായത് ഗ്രൂപ്പ് മൈൻഡ് തിയറി, അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ ഇൻഡിവിജ്വൽ ഇൻ ദ ക്രൗഡ് ലൂസസ് ഹീസ് ഇൻഡിവിജ്വാലിറ്റി. ഒരിക്കൽ ക്രൗഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ലൂസസ് ഹീസ് ഇൻഡിവിജ്വാലിറ്റി, സ്വന്തം വ്യക്തിത്വം നശിക്കുന്നു. ആൻഡ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ ക്രൗഡ്, ക്രൗഡിൻ്റെ ഒരു ഭാഗമാവുന്നു. which comes to develop its own crowd consciousness. ക്രൗഡിൻ്റെ ആയ ഒരു ക്രൗഡ് കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യുന്നു.
The mentality of the individual member becomes de-individualized. സ്വന്തം വ്യക്തിത്വം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി ക്രൗഡിലോട്ട് ലയിച്ചു ചേരുന്നു. ആൻഡ് ദ പേഴ്സൺ ബിഗിൻസ് ടു ആക്ട് ഓൺ ആൻ ഇമോഷണൽ ലെവൽ വിച്ച് ഈസ് കോമൺ ടു ഓൾ ദ പാർട്ടിസിപ്പൻസ്. അവകാശങ്ങൾക്ക് വേണ്ടി സെക്രട്ടറിയുടെ മുമ്പിൽ ജാഥ പോലെ വന്ന് സെക്രട്ടറിയുടെ മുമ്പിൽ വന്ന് അവിടെ ഒരു പിക്കറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ എല്ലാവരിലും ഉള്ള അതേ ഫീലിംഗ് ആണ് അതിലുള്ള ഓരോരുത്തർക്കും ഉള്ളത്. ഇവർക്ക് അവരുടേതായ മുമ്പ് ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ഈ ജനക്കൂട്ടത്തിൽ അല്ലാത്തപ്പോൾ. പക്ഷെ വൺസ് ഈ ജനക്കൂട്ടത്തിൽ വന്നപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒറ്റ ഫീലിംഗ് ആണുള്ളത്. ആ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഇനി അടുത്തത് ലിബോൺ. ലിബോൺ വാസ് ദ ഫസ്റ്റ് റൈറ്റർ ടു പുട്ട് ഫോർവേഡ് ദ തിയറി ഓഫ് ഗ്രൂപ്പ് മൈൻഡ് ഇൻ 1892. 1892 ലിബോൺ ആദ്യമായിട്ട് ഈ ഗ്രൂപ്പ് മൈൻഡിനെ കുറിച്ച് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ദ സെന്റിമെന്റ്സ് ആൻഡ് ഐഡിയാസ് ഓഫ് ഓൾ ദ പേഴ്സൺസ് ഇൻ ദ ഗ്യാതറിംഗ് ടേക്ക് വൺ ആൻഡ് ദ സെയിം ഡയറക്ഷൻ. വൺസ് ഒരു ഗ്യാതറിംഗ് അല്ലെങ്കിൽ ക്രൗഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇത് ഒരു പ്രത്യേക ഒരു ഡയറക്ഷനിൽ ഒരു ഏകോപിച്ച ഒരു ഇതിലായിരിക്കും വരുന്നത്. ദി സെന്റിമെന്റ്സ് ആൻഡ് ഐഡിയാസ് ഓഫ് ഓൾ ദ പേഴ്സൺസ് ഇൻ ദ ഗ്യാതറിംഗ്. ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ ക്രൗഡ്. ടേക്ക് വൺ ആൻഡ് ദ സെയിം ഡയറക്ഷൻ ആൻഡ് ദെയർ കോൺഷ്യസ്നെസ് ആൻഡ് ദെയർ കോൺഷ്യസ് പേഴ്സണാലിറ്റി വാനിഷസ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അവിടെ വാനിഷ് ചെയ്യുന്നു. വെൻ ഇൻഡിവിജ്വൽസ് കളക്ട് ഇൻ എ ക്രൗഡ്, their individual minds become a part of the collective mind. സ്വന്തമായിട്ടുള്ള മനസ്സെന്ന് പറയുന്നത് അതൊരു കളക്റ്റീവ് മൈൻഡായിട്ടാണ് പിന്നെ ആവുന്നത്. ലിബോൺ ഹാസ് ലെയ്ഡ് ഗ്രേറ്റ് എംഫാസിസ് ഓൺ ദി അൺകോൺഷ്യസ് മോട്ടീവ്സ്. ഈ ഫ്രൂയിഡും നമ്മുടെ ഈ അൺകോൺഷ്യസ് മോട്ടീവ്സിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ലിബോൺ ക്രൗഡിൻ്റെ കാര്യത്തിലും പറയുന്നത്. അവിടെ ഒരുപാട് അൺകോൺഷ്യസ് മോട്ടീവ്സ് ഉണ്ട്. എളുപ്പം മുൻകൂട്ടി നമുക്ക് നേരത്തെ അറിയാൻ പറ്റാത്ത പല മോട്ടീവ്സ് വൺസ് ക്രൗഡായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നു. ദ ഇൻഡിവിജ്വൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ അൺകോൺഷ്യസ് മോട്ടീവ്സ് ആൻഡ് ഹിസ് ഓൺ കോൺഷ്യസ് മോട്ടിവേഷൻ സിങ്സ് ഇൻ ടു ദ ബാക്ക്ഗ്രൗണ്ട്. സ്വന്തമായിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ, സ്വന്തമായിട്ടുള്ള ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മോട്ടിവേഷൻ എല്ലാം അവിടെ പോയിട്ട് ഇപ്പോൾ കളക്റ്റീവായിട്ടുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദ ഇൻഡിവിജ്വൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ അൺകോൺഷ്യസ് മോട്ടീവ്സ്. അത് ആ ക്രൗഡിൻ്റെ. ഇനി അടുത്തത് എസ്പിനാസ് എന്ത് പറയുന്നു? എസ്പിനാസ് കോൾസ് ഗ്രൂപ്പ് മൈൻഡ് ആസ് സോഷ്യൽ കോൺഷ്യസ്നെസ്. നമ്മൾ നേരത്തെ കുറേ പേര് പറഞ്ഞു ഈ ഗ്രൂപ്പ് മൈൻഡ് തിയറിയിലുള്ള കുറേ റിസർച്ചേഴ്സ് ഉണ്ട്. അവർക്ക് ഓരോരുത്തരും അവരുടെ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ എസ്പിനാസ് പറയുന്നത് ഗ്രൂപ്പ് മൈൻഡിനെ സോഷ്യൽ കോൺഷ്യസ്നെസ് ആയിട്ടാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ദിസ് ഈസ് എ സോർട്ട് ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ് ഇൻ എവരി ഗ്രൂപ്പ്. എല്ലാ ഗ്രൂപ്പിലുള്ള ഒരു സെൽഫ് കോൺഷ്യസ്നെസ്, സ്വയം ഒരു ബോധവൽക്കരണമായിട്ടുള്ള ഒരു സെൽഫ് കോൺഷ്യസ്നെസ്. കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഈസ് ഫോംഡ് ഔട്ട് ഓഫ് ദ കളക്ഷൻ ഓഫ് മെനി ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ടേക്കൺ ടുഗദർ. ഓരോരുത്തരുടെ കോൺഷ്യസ്നെസ് എല്ലാം കൂടെ ഒരുമിച്ചെടുത്താണ് ഈ കളക്റ്റീവ് കോൺഷ്യസ് ആയിട്ട് രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഈസ് ഫോംഡ് ഔട്ട് ഓഫ് ദ കളക്ഷൻ ഓഫ് മെനി ഇൻഡിവിജ്വൽസ് കോൺഷ്യസ്നെസ് ടേക്കൺ ടുഗദർ. എല്ലാവരുടെയും ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ കളക്റ്റീവ് ആവുന്നു. ഇനി അക്കോർഡിംഗ് ടു ട്രോട്ടർ, വേറൊരു സോഷ്യൽ സൈക്കോളജിസ്റ്റ്, എവരി മാൻ ഈസ് പൊസസ്ഡ് ഓഫ് ദ ഇൻസ്റ്റിൻക്റ്റ് ഓഫ് ഗ്രിഗേറിയസ്നെസ്. ഗ്രിഗേറിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൻ ഇസ് എ ഗ്രിഗേറിയസ് അനിമൽ എന്ന് കയറി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സോഷ്യൽ അനിമലാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ ലൈഫ് ഒരുമിച്ച് കൂടി ഒരു സോഷ്യലായിട്ട് ഇരിക്കുന്ന, ഒറ്റയ്ക്കല്ല, സോഷ്യലായിട്ട് ഇരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം എവരി മാൻ ഈസ് പൊസസ്ഡ് ഓഫ് ദി ഇൻസ്റ്റിൻക്റ്റ് ഓഫ് ഗ്രിഗേറിയസ്നെസ്, ആ ഒരു സോഷ്യൽ ലൈഫിനെ കുറിച്ച് പറയുന്നതാണ്. മാൻസ് ഗ്രിഗേറിയസ്നെസ് activates his mental system, as a result of which he accepts the command of the group without any argument and acts according to the command given. ഈ സോഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കണം, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു ബിലീഫ് ഉള്ളത് കാരണം നമ്മൾ ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്തൊക്കെയാണ് പറയുന്നു അത് നമ്മൾ അതുപോലെ അനുസരിക്കുന്നു, മറു വാക്കൊന്നും പറയുന്നില്ല, വിത്തൗട്ട് എനി ആർഗ്യുമെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുന്നു അതുപോലെ ചെയ്യുന്നു. മാൻസ് ഗ്രിഗേറിയസ്നെസ് ആക്ടിവേറ്റ്സ് ഹിസ് മെൻ്റൽ സിസ്റ്റം ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഹി ആക്സെപ്റ്റ്സ് ദി കമാൻഡ് ഓഫ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൻ്റെ കമാൻഡ് അനുസരിക്കുന്നു, വിത്തൗട്ട് എനി ആർഗ്യുമെൻറ്റ്, തിരികെ ഒന്നും പറയുന്നില്ല. ആൻഡ് ആക്ട്സ് അക്കോർഡിംഗ് ടു ദ കമാൻഡ് ഗിവൺ, എന്താണോ ചെയ്യാൻ പറയുന്നത് അതുപോലെ ചെയ്യുന്നു. ഇനി
Durkheim വേറൊരു സൈക്കോളജിസ്റ്റാണ്, ഹാസ് സോൾട്ട് ടു ഡെവലപ്പ് ഗ്രൂപ്പ് ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് കളക്റ്റീവ് കോൺഷ്യസ്നസ്. പുള്ളിയാണെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നസ് വഴിയാണ് പുള്ളി വരുന്നത്. അക്കോർഡിംഗ് ടു ഹിം, when people collect in a group, a collective consciousness is created by the mutual exchange of ideas and notions. പരസ്പരം ഐഡിയാസും നമ്മുടെ ബിലീഫ്സും നമ്മുടെ ഒരു നമ്മുടെ അസംഷൻസും എല്ലാം നമ്മൾ പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്ത് അതുവഴി ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് ഉണ്ടാവുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആക്ച്വലി മൈൻഡ് ഈസ് അനദർ നെയിം ഫോർ ദ ഫ്ലോ ഓഫ് കോൺഷ്യസ്നസ്. ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ആ ഒരു ഫ്ലോ, ആ ഫ്ലോവിൻ്റെ മറ്റൊരു വാക്കാണ് മൈൻഡ്, മനസ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. മനസ്സെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് കോൺഷ്യസ്നസ്. ഒരുപാട് പേര് ഒരുമിച്ച് വന്ന് ചേരുമ്പോൾ അവിടുത്തെ മനസ്സ്, അവരുടെ ഈ കളക്റ്റീവ് മൈൻഡ് എന്നുള്ള രീതിയിൽ. ഇനി അക്കോർഡിംഗ് ടു മാക്ഡൗഗൽ, എവറി ഇൻഡിവിജ്വൽ ഹാസ് എ മൈൻഡ് ഓഫ് ഹിസ് ഓൺ. എവറി ഗ്രൂപ്പ് ഹാസ് എ മൈൻഡ് ഓഫ് ഹിസ്. ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായ ഒരു മനസ്സുണ്ട്. The group mind is not a mere collection of minds of all the individual members of the group. അത് ഇദ്ദേഹം കുറച്ചുകൂടെ ലേശം വ്യത്യസ്തമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് നേരത്തെ ഒരാളുടെ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് എസ്പിനാസ് പറഞ്ഞു കളക്റ്റീവ് കോൺഷ്യസ്നസ് ഈസ് ഫോംഡ് ഔട്ട് ഓഫ് ദ കളക്ഷൻ ഓഫ് മെനി ഇൻഡിവിജ്വൽസ് കോൺഷ്യസ്നസ് ടേക്കൺ ടുഗദർ. പലരുടെയും എല്ലാവരുടെയും കോൺഷ്യസ്നസ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് കളക്റ്റീവ് കോൺഷ്യസ്നസ് ആവുമെന്ന് എസ്പിനാസ് പറഞ്ഞു. ഇവിടെ മാക്ഡൗഗൽ പറയുന്നത് മൈൻഡിനെ കുറിച്ചാണ്. ദ ഗ്രൂപ്പ് മൈൻഡ് ഈസ് നോട്ട് എ മിയർ കളക്ഷൻ ഓഫ് ദ മൈൻഡ്സ് ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ്. എല്ലാവരുടെയും മനസ്സ് ചേർന്ന് കഴിഞ്ഞാൽ മാത്രമല്ല ഗ്രൂപ്പ് മൈൻഡ് എന്ന് പറയുന്നത്, മറ്റെന്തൊക്കെയോ കുറച്ചും കൂടെ ഉണ്ട്. വെറും എല്ലാവരുടെയും മനസ്സ് ചേർന്നാൽ മാത്രമല്ല. ദ ഗ്രൂപ്പ് മൈൻഡ് ഹാസ് ദി പവർ ഓഫ് ഇൻഫ്ലുവൻസിങ് ദ മൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തിയുടെയും മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് മൈൻഡിന് പറ്റും. It is because of this power of the group mind that the thinking of the individual changes. ഓരോ വ്യക്തിയുടെയും ആ ചിന്താധാര മാറുന്നു when he becomes a member of the group. ഒരിക്കൽ ആ ഗ്രൂപ്പിൻ്റെയോ ക്രൗഡിൻ്റെയോ മെമ്പർ ആവുമ്പോൾ സ്വന്തമായിട്ടുള്ള ആ ചിന്താധാരയ്ക്ക് മാറ്റം വരുന്നു ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി ഗ്രൂപ്പ് മൈൻഡ്. ഇനി അക്കോർഡിംഗ് ടു ആൽപോർട്ട്, the behavior of the individual in the crowd is influenced by two processes. രണ്ട് കാര്യങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ വൺസ് ഇൻ എ ക്രൗഡ്, ഒരു വ്യക്തിയുടെ പെരുമാറ്റം എന്നുള്ളത് രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ടു പ്രോസസ്സസ് ഓഫ് സോഷ്യൽ ഫെസിലിറ്റേഷൻ ആൻഡ് ഇൻ്റർ സ്റ്റിമുലേഷൻ. സോഷ്യൽ ഫെസിലിറ്റേഷൻ ആൻഡ് ഇൻ്റർ സ്റ്റിമുലേഷൻ എന്താണിത്? മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് മോട്ടിവേറ്റ് ഈച്ച് അതർ. ഗ്രൂപ്പിൽ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്നു. Social facilitation and interstimulation curb the reasoning capacity of the individuals and increase their suggestibility. ഇതാണ് അവിടെ നടക്കുന്നത്. സ്വന്തമായിട്ടുള്ള ആ ഒരു റീസണിങ്, അതായത് കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തന്നെത്താനെ റീസൺ ചെയ്ത് എടുക്കുന്നത് തന്നെ ഒരു 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 ഇടങ്കോലായിട്ടാണ് ഇത് വരുന്നത്. സോഷ്യൽ ഫെസിലിറ്റേഷൻ ആൻഡ് ഇൻ്റർ സ്റ്റിമുലേഷൻ, പരസ്പരം സ്റ്റിമുലേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുന്നത്, അത് വൺസ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ കർബ് ദ റീസണിങ് കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ അവരുടെ സ്വന്തം ഇൻഡിവിജ്വാലിറ്റി നശിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പം പറയുകയാണ് അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള റീസണിങ് എബിലിറ്റിയും കൂടെ നശിക്കുന്നു. സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, എന്താണ് നല്ലത് എന്ന് പറയുന്നതെല്ലാം നശിക്കുന്നു. ഗ്രൂപ്പ് എന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. ആൻഡ് ഇൻക്രീസ് ദെയർ സജസ്റ്റിബിലിറ്റി. അവർ ഗ്രൂപ്പിൻ്റെ ആവശ്യം എന്താണോ അത് നടത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. സംടൈംസ് ഗ്രൂപ്പ് ബിഹേവിയർ മേ ബി ദ എക്സ്പ്രഷൻ ഓഫ് ഇമ്പൾസസ് റിപ്രസ്ഡ്. സ്വന്തമായിട്ടുള്ള ചില വികാരങ്ങൾ അടിച്ചമർത്തി വച്ചിരുന്ന ചില വികാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സന്ദർഭമായിട്ടും അതുണ്ട്. ക്രൗഡ് ബിഹേവിയർ മേ ബി ദ എക്സ്പ്രഷൻ ഓഫ് ഇമ്പൾസസ് റിപ്രസ്ഡ് ആർ thwarted by the conditions and social controls of everyday life. സാധാരണ ഉള്ള ഒരു ദൈനിക ജീവിതത്തിൽ ചില വികാരങ്ങളെ നമ്മൾ മറച്ചു വയ്ക്കുകയോ അടിച്ചമർത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു സന്ദർഭമായിട്ടും ഒരു ക്രൗഡ് ബിഹേവിയറിനെ കാണാം എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് മേ നോട്ട് ബി ട്രൂ ഓഫ് ഓൾ ക്രൗഡ്സ്. അത് എല്ലാ ക്രൗഡിലും ശരിയാവണമെന്നില്ല, പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് ഉണ്ടാവാം എന്ന് പറയുന്നു. ഇൻ എ ക്രൗഡ് all the differences of high or low, ഉയർന്നവൻ താഴ്ന്നവൻ എന്നുള്ളത്, റിച്ച് ആർ പുവർ, ധനികൻ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ എന്നുള്ളത്, ആർ സബ്മേർജ്ഡ്, അതെല്ലാം അവിടെ പോകുന്നു, ഒന്നും അവിടെ ഇല്ല.
ആൻഡ് ആൾ ആക്ട് ആസ് വൺ മാൻ. എല്ലാ ഒരു ക്രൗഡ് ഒറ്റ ഒരാൾ എന്ന രീതിയിലാണ് പെരുമാറുന്നത്. ഇനി പബ്ലിക് ആൻഡ് ക്രൗഡ്. നമ്മൾ ഇത്രയും നേരം ക്രൗഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ ക്രൗഡിൽ പെടാത്ത ഒരു സംഭവമുണ്ട്, പബ്ലിക്. ഒരു പബ്ലിക് എന്ന് പറയുന്നത് മറ്റ് ആൾക്കാർ. ഈ പബ്ലിക്കും ക്രൗഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വൈൽ ബോത്ത് ക്രൗഡ് ആൻഡ് പബ്ലിക് ആർ കളക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ, ജനത്തിൻ്റെ ഒരു കളക്ഷൻ ഓഫ് ഇതാണെങ്കിലും ആൻഡ് ആർ ജനറലി ഓർഗനൈസ്, സാധാരണ ഓർഗനൈസ്ഡ് ആണെങ്കിലും, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ഇസ് ദാറ്റ് ദർ ഈസ് എ ഫിസിക്കൽ കോണ്ടാക്ട് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദി ക്രൗഡ്. ക്രൗഡിൽ ദേ ഹാവ് എ ഫിസിക്കൽ കോണ്ടാക്ട്, തൊട്ടടുത്തടുത്തടുത്ത് നിൽക്കുന്നവരാണ്, ഇവരെയും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കുന്നവരാണ്. വേറാസ് പബ്ലിക് ഈസ് സ്കാറ്റേർഡ് അറ്റ് സെവറൽ പ്ലേസസ്. പബ്ലിക് എന്ന് പറയുന്നത് പലരും പലയിടത്തായിട്ടാണ് നിൽക്കുന്നത്, എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തല്ല നിൽക്കുന്നത്. ആ ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക. സെക്കൻഡ്ലി, പബ്ലിക് ഈസ് എ മച്ച് ബിഗർ ഗ്രൂപ്പ്, കുറച്ചുകൂടെ വലിയ ഗ്രൂപ്പാണ് ദാൻ ദ ക്രൗഡ്. ആൻഡ് തേർഡ്ലി, ദ സ്റ്റിമുലസ് ഇൻ ദ ക്രൗഡ് ഈസ് സിമിൾട്ടേനിയസ്. ഈ ക്രൗഡിലുള്ള സ്റ്റിമുലസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉള്ളത് പെട്ടെന്ന് സിമിൾട്ടേനിയസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. വേറാസ് ദ സ്റ്റിമുലസ് ഇൻ ദ പബ്ലിക് ഈസ് ഡിഫ്യൂസ്. പലയിടത്ത് സ്കാറ്റേർഡ് ആയിട്ട് ആൾക്കാർ കിടക്കുന്നു, അവർക്ക് പ്രത്യേകിച്ച് വലിയ സ്റ്റിമുലസ് ഒന്നും എല്ലാവർക്കും ഒരു സമയത്ത് കിട്ടാനായിട്ട് പോകുന്നില്ല. ദ ക്രൗഡ് ഈസ് മോർ സജസ്റ്റബിൾ ദാൻ ദ പബ്ലിക്. ക്രൗഡിനെ നമുക്ക് പെട്ടെന്ന് ഈസ് മോർ സജസ്റ്റബിൾ, അതായത് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അവർക്ക് തീരുമാനിക്കാനും പെട്ടെന്ന് ഒരു രീതിയിൽ മാറാനല്ല അവർക്ക് ഈസ് മോർ സജസ്റ്റബിൾ ദാൻ ദ പബ്ലിക്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഒരു ജനക്കൂട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഒന്നീ ചിലപ്പോൾ അഗ്രസീവ് ആവും, ചിലപ്പം വയലൻ്റ് ആവും. ഇറ്റ് ഈസ് സജസ്റ്റബിൾ. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റും. പക്ഷെ പബ്ലിക് അങ്ങനെയല്ല. Thus we can say that the crowd and public differ in many ways. ഇനി അടുത്തത് കളക്റ്റീവ് ബിഹേവിയർ. All social interactions fall under the category of collective behavior. എല്ലാ സോഷ്യൽ ഇൻട്രാക്ഷനും ഒരു കളക്റ്റീവ് ബിഹേവിയറിൻ്റെ ഇതിലാണ് അത് വരുന്നത്. When two or more persons behave in the same way, it may be termed as collective behavior. രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ഒരേപോലെ പെരുമാറിക്കഴിഞ്ഞാൽ, ഒരേപോലെ ബിഹേവ് ഇൻ ദ സെയിം വേ, ഇറ്റ് മേ ബി ടേംഡ് ആസ് കളക്റ്റീവ് ബിഹേവിയർ. രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരോ ഒരേപോലെ ചില കാര്യങ്ങൾ പെരുമാറിക്കഴിഞ്ഞാൽ അതിനെ കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറയാം. എനി റിലീജിയസ് കോൺഗ്രിഗേഷൻ മേ ബി കോൾഡ് കളക്റ്റീവ് ബിഹേവിയർ. ഉദാഹരണത്തിന് ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടക്കുകയാണ്, ഒരുപാട് പേര് തടിച്ചു കൂടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു കളക്റ്റീവ് ബിഹേവിയർ. എല്ലാവരും നമസ്കരിക്കുന്നു, എല്ലാവരും എഴുന്നേൽക്കുന്നു, എല്ലാവരും വീണ്ടും നമസ്കരിക്കുന്നു. അതൊരു കളക്റ്റീവ് ബിഹേവിയറാണ്. Collective behavior brings people into contact with others in situations where conventional guidelines and formal authority fail to afford a direction and a supply channels for action. ശ്രദ്ധിക്കുക, കളക്റ്റീവ് ബിഹേവിയർ ബ്രിങ്സ് പീപ്പിൾ ഇൻ ടു കോണ്ടാക്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് ഒരു കോണ്ടാക്ട് വരുന്നു. ഇൻ സിറ്റുവേഷൻസ് വെയർ കൺവെൻഷണൽ ഗൈഡ് ലൈൻസ്, നമ്മൾ പറയാറുള്ള മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ ഒരു ഫോർമൽ അതോറിറ്റിയോ, ഒരു ഉദാഹരണത്തിന് ഒരു സ്കൂളിലുള്ളത് പോലത്തെ ഒരു ഫോർമൽ അതോറിറ്റിയോ ഫെയിൽ ടു അഫോർഡ് എ ഡയറക്ഷൻ, അതുപോലത്തെ രീതി അല്ല ഒരു കളക്റ്റീവ് ബിഹേവിയർ ഉണ്ടാകുമ്പോൾ. ആൻഡ് സപ്ലൈ ചാനൽസ് ഫോർ ആക്ഷൻ. ഇത് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ഒരു ഫോർമലായിട്ട് ഒരു സ്കൂൾ സെറ്റിംഗ് പോലെ അങ്ങനെയല്ല ഒരു 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 കളക്റ്റീവ് ബിഹേവിയർ. ഒരു ഉദാഹരണത്തിന് ഒരു പള്ളിയിലെ ഒരു പ്രാർത്ഥന സമയം, ഒരു വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥന സമയം, ആ സമയം എങ്ങനെയാണോ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്, ഒരു സ്കൂളിലെ രീതി പോലെ അല്ല, ഒരു വ്യത്യസ്തമായ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ബിഹേവിയറാണ് അവിടെ നടക്കുന്നത് പ്രാർത്ഥന സമയത്ത്. ഇനി സോഷ്യൽ അൺട്രസ്റ്റ് മേ ബി ബോത്ത് ദ കോസ് ആൻഡ് എഫക്റ്റ് ഓഫ് കളക്റ്റീവ് ബിഹേവിയർ. കളക്റ്റീവ് ബിഹേവിയറിൻ്റെ ഇത് സോഷ്യൽ അൺട്രസ്റ്റ്, സമൂഹത്തിലുണ്ടാകുന്ന ഒരു 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 അൺട്രസ്റ്റ്, സമൂഹത്തിലുണ്ടാകുന്ന ഒരു സോഷ്യൽ അൺട്രസ്റ്റ് മേ ബി ബോത്ത് ദ കോസ് ആൻഡ് എഫക്റ്റ്. അത് ഈ കളക്റ്റീവ് ബിഹേവിയറിൻ്റെ ഒരു കാരണമായിട്ട് അത് നമുക്ക് വേണമെങ്കിൽ കാണാം അതിനെ. It may sometimes lead to the emergence of new norms and generally accepted policies. പുതിയ നിയമങ്ങളും പുതിയ പോളിസികളുടെയും ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ ആ ഒരു ചുറ്റുപാടിനെ കാണാൻ പറ്റും. ദി അജിറ്റേറ്റഡ് ക്രൗഡ്സ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു ഡിസിപ്ലിൻഡ് അസോസിയേഷൻ. ഈ ഒരു സമയത്ത് അജിറ്റേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ക്രൗഡ് വേണമെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വേണമെങ്കിൽ മാറിത്തീരാം. Collective behavior may act as an agent of flexibility and as a forerunner of a social change. അപ്പോൾ ഈ കളക്റ്റീവ് ബിഹേവിയർ
അത് ഈസ് ആൻ ഏജൻറ്റ് ഓഫ് ഫ്ലെക്സിബിലിറ്റി. കാര്യങ്ങൾ വളരെ ഫ്ലെക്സിബിളായിട്ട് വേറൊരു വ്യത്യസ്ത രീതിയിലോട്ട് വേണമെങ്കിൽ മാറി അത് വരാം. വളരെ ഡിസിപ്ലിൻഡായിട്ടും ഒരു സോഷ്യൽ ചേഞ്ച് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. സം ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബിഹേവിയർ ആർ: ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഒക്കേഷണൽ എപ്പിസോഡ്സ് റേദർ ദാൻ റെഗുലർലി ഓർ റൊട്ടീൻലി. എപ്പോഴും ഇത് റൊട്ടീനായിട്ടോ റെഗുലറായിട്ടോ അല്ല അതുണ്ടാവുന്നത്. ഒക്കേഷണലായിട്ട് അങ്ങനെ ഒരു കളക്റ്റീവ് ബിഹേവിയർ സാധാരണ വരാറുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് റെഗുലേറ്റഡ് ബൈ എനി പെർട്ടിക്കുലർ സെറ്റ് ഓഫ് റൂൾസ് ഓർ പ്രൊസീജിയേഴ്സ്. അത് ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ റൂൾസോ റെഗുലേഷൻസോ ഒന്നും അത് ഉള്ള റെഗുലേഷൻ ഒന്നും അവിടെ ഇല്ല. It is generally guided by unreasoning beliefs, hopes, fears or hatreds. സാധാരണ പ്രത്യേകിച്ച് നമ്മൾ ഒരു അൺറീസൺഡ് നമുക്ക് കാര്യത്തോളം നമുക്ക് റീസണിങ് ഉപയോഗിച്ച് ഉള്ള അല്ലാത്ത ആയിട്ടുള്ള ബിലീഫ്സ്, ഹോപ്സ് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, പേടികൾ, ഫിയർ അല്ലെങ്കിൽ ഹേട്രഡ് അല്ലെങ്കിൽ വെറുപ്പ്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ കളക്റ്റീവ് ബിഹേവിയർ ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി സോഷ്യൽ ലൈഫ് ഈസ് എ സിസ്റ്റം ഓഫ് മറിച്ച് സാധാരണ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്, സോഷ്യൽ ലൈഫ് ഈസ് എ സിസ്റ്റം ഓഫ് വെൽ സ്ട്രക്ചേർഡ് ആൻഡ് സ്റ്റേബിൾ റിലേഷൻഷിപ്പ്. സോഷ്യൽ ലൈഫ് സാധാരണ നല്ല സ്ട്രക്ചേർഡുമാണ്, ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പുമാണ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ചേഞ്ച് റേദർ ദാൻ സ്റ്റെബിലിറ്റി, അൺസർട്ടനിറ്റി റേദർ ദാൻ പ്രെഡിക്റ്റബിലിറ്റി, ഡിസ്ഓർഗനൈസേഷൻ റേദർ ദാൻ ഇക്വിലിബ്രിയം. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ കൺസെപ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇടപഴകുന്ന ഒരു രീതിയാണ്. അതായത് ചിലപ്പം സ്റ്റെബിലിറ്റി എന്നുള്ളത് അൺസ്റ്റേബിൾ ആവാം, ഇത് അൺസർട്ടനിറ്റി എന്നുള്ളത് ഇത് പ്രെഡിക്റ്റബിലിറ്റി, നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു വിഷയം. ഈ രണ്ടുമായിട്ടുള്ള ഒരു ഇൻ്റർചേഞ്ച്. ഡിസ്ഓർഗനൈസേഷൻ വേഴ്സസ് ഇക്വിലിബ്രിയം, ഇങ്ങനത്തെ പല ഈ കൺസെപ്റ്റുകൾ തമ്മിലുള്ള ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു രീതിയായിട്ട് വരാൻ സാധ്യതയുണ്ട് വൺസ് കളക്റ്റീവ് ബിഹേവിയർ വന്നു കഴിഞ്ഞാൽ. കളക്റ്റീവ് ബിഹേവിയർ എൻറ്റെയിൽസ് എ ക്രൈസിസ് ഓർ എ ബ്രേക്ക് ഇൻ റെഗുലർ റൊട്ടീൻ. സാധാരണ ചെയ്യുന്ന റൊട്ടീനിൽ ഒരു ബ്രേക്കാണ് അവിടെ വരുന്നത്. എ ക്രൈസിസ് ഓർ എ ബ്രേക്ക് ഇൻ റെഗുലർ റൊട്ടീൻസ്. കളക്റ്റീവ് ബിഹേവിയർ മേ ബി എൻ ഏജന്റ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് റവല്യൂഷൻസ് ഫാൾ അണ്ടർ ദ കാറ്റഗറി ഓഫ് കളക്റ്റീവ് ബിഹേവിയർ. ഉദാഹരണത്തിന് ഈ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ സാധാരണ ഈ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ എല്ലാം രീതിയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കൺസെപ്റ്റ്, അതൊരു കളക്റ്റീവ് ബിഹേവിയറിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സംഭവമാണത്. എ ക്രൗഡ് മേ ബി സെറ്റ് ടു ബി മോർ സ്റ്റേബിൾ ദാൻ എ മോബ്. ഒരു മോബിനെക്കാളും സാധാരണ ഒരു ക്രൗഡ് കുറച്ചുകൂടെ സ്റ്റേബിളാണ്. നമ്മൾ പറഞ്ഞിരുന്നു, അവർക്ക് നിയമത്തെ ലംഘിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്ന, ഉദാഹരണത്തിന് മാഫിയ ഒരു മോബാണ്. അപ്പോൾ ഈ മോബിനെക്കാളും എ ക്രൗഡ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ എ മോബ്. അണ്ടർ കണ്ടീഷൻസ് ഓഫ് സ്ട്രെസ് ഓർ ഡേഞ്ചർ എ ക്രൗഡ് മേ ക്വിക്ക്ലി ടേൺ ഇൻ ടു എ മോബ്. വളരെ സ്ട്രെസ്സും ഒരു ഡേഞ്ചർ ഫീലിംഗ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ക്രൗഡ് പെട്ടെന്നൊരു മോബായിട്ട് മാറാം. ആൻ ആംഗ്രി മോബ്, ഉദാഹരണത്തിന് ലഹള വല്ലതും നടക്കണ സമയം വളരെ അഗ്രസീവാണ്, ഒരു കൂട്ടം ആൾക്കാർ പെട്ടെന്ന് തീ വയ്ക്കാനും കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിക്കാനുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ആ ഒരു കൺസെപ്റ്റ് സഡൻലി ടേൺ ഇൻ ടു എ മോബ്. Crowds may include mob behavior as well as audience behavior. മോബ് ബിഹേവിയർ വളരെ വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ, ഓഡിയൻസ് ബിഹേവിയർ ഇനാക്റ്റീവ് ക്രൗഡിനെ പോലെ മിണ്ടാതെ ഇരിക്കാം, ശാന്തമായിട്ടിരിക്കാം, ഒരു ഓഡിയൻസ് കേട്ടോണ്ടിരിക്കും പോലെ. ഇത് ഏത് വേണോ ആയിട്ട് മാറാം. ഇനി അടുത്തത് കാഷ്വൽ ക്രൗഡ് ഈസ് ഷോർട്ട് ഇൻ ടൈം, ലൂസ്ലി ഓർഗനൈസ്ഡ് കളക്റ്റീവ്ലി, ദാറ്റ് ക്യാൻ ബി മോട്ടിവേറ്റഡ് ബൈ ദി അട്രാക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ്. ഇനി അടുത്തത് വേറെ ഒരു കാഷ്വൽ ക്രൗഡാണ്. ഈ കാഷ്വൽ ക്രൗഡ് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് അത് വരുന്നത്. അത് ലൂസ്ലി ഓർഗനൈസ്ഡ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി മോട്ടിവേറ്റഡ് ബൈ ദി അട്രാക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ്. ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് കാരണം ഒരുമിച്ച് പെട്ടെന്ന് ഒരു കാഷ്വലായിട്ട് അത് ഒരുമിച്ച് കൂടിയതാണ്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മേ കളക്ട് ടുഗദർ വെൻ ദർ ഈസ് ആൻ ആക്സിഡൻറ്റ് ഓൺ ദ റോഡ്. റോഡിൽ പെട്ടെന്ന് ഒരു ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടായി, പെട്ടെന്ന് കുറേ ആൾക്കാർ അവിടെ പെട്ടെന്ന് ഒരുമിച്ച് കൂടി. ഓൺ ദി അതർ ഹാൻഡ് ദർ ഈസ് എ കൺവെൻഷണൽ ക്രൗഡ്. മറിച്ച് വേറൊരു സന്ദർഭം എന്ന് പറയുന്നതാണ് കൺവെൻഷണൽ ക്രൗഡ്, വിച്ച് ആർ ഡയറക്റ്റഡ് ബൈ കൺവെൻഷണൽ റൂൾസ് ലൈക്ക് കളക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ എ റിലീജിയസ് ഫെസ്റ്റിവൽ. ഒരു ഫെസ്റ്റിവൽ നടക്കുന്നു, പെട്ടെന്ന് ആൾക്കാർ അങ്ങോട്ട് കൂടി, ആൾക്കാർ ഒരു പ്രത്യേക കൺവെൻഷൻ അനുസരിച്ചായിരിക്കും അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേക നിയമങ്ങളും ചട്ടങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഉദാഹരണത്തിന് ഫെസ്റ്റിവൽ നടക്കുകയാണ്, അവിടെ വെടിക്കെട്ടും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ആൾക്കാർ അതനുസരിച്ച് നിൽക്കുന്നു.
ഇനി അടുത്തത് മാസ് സൊസൈറ്റി. എന്താണ് ഈ മാസ് സൊസൈറ്റി? മാസ് സൊസൈറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റാഷണാലിറ്റി, ഇംപേഴ്സണൽ റിലേഷൻസ്. റാഷണാലിറ്റി, impersonal relations, extreme specialization of roles, and loneliness for the individual in spite of concentration of sheer numbers and a loss of sense of intimacy and security. സാധാരണ ഒരു മാസ് സൊസൈറ്റി എന്ന് പറയുന്നത് അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിലെ ഒരു റാഷണാലിറ്റി, ഇംപേഴ്സണൽ റിലേഷൻസ്, എക്സ്ട്രീം സ്പെഷ്യലൈസേഷൻ ഓഫ് റോൾസ്, ലോൺലിനെസ് ഫോർ ദ ഇൻഡിവിജ്വൽ. സാധാരണ ഒരു വ്യക്തി വളരെ ലോൺലി ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഇൻസ്പൈറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഷിയർ നമ്പേഴ്സ്, ഒരുപാട് പേര്. ഉദാഹരണത്തിന് ബോംബെയിലുള്ള ഒരു 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 ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഒരു കണ്ടമാനം ആൾക്കാരുണ്ടോ, ധാരാളം ജനക്കൂട്ടമാണ്. അതിൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ ലോൺലി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം അതിൽ. ഷിയർ ആൻഡ് ലോസ് ഓഫ് സെൻസ് ഓഫ് ഇൻറ്റിമസി ആൻഡ് സെക്യൂരിറ്റി. പ്രത്യേകിച്ച് വലിയ ഇൻറ്റിമേറ്റ് ഫീലിങ്സ് ഒന്നും അവിടെ ഇല്ല. സെക്യൂരിറ്റിയും എല്ലാം വളരെ കുറവാണ്. ഇൻ സച്ച് സൊസൈറ്റീസ് സജഷൻ, പെർസുവേഷൻ, പ്രൊപ്പഗാൻഡ ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് ക്രൗഡ് ബിഹേവിയർ ആർ കോമൺ. അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ സജഷന് അല്ലെങ്കിൽ പെർസുവേഷൻ, പ്രൊപ്പഗാൻഡ ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് ക്രൗഡ് ബിഹേവിയർ, അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഈ ക്രൗഡ് ബിഹേവിയറിൻ്റെ പല 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 തത്വങ്ങൾ അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരും ആ ഒരു ചുറ്റുപാടിൽ. അത് യങ് 1940ലാണ് അത് പറയുന്നത്. ദ മോഡേൺ സിറ്റീസ് ആർ ചേഞ്ചിങ് റാപ്പിഡ്ലി. പുതിയ സിറ്റികൾ വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യണത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മില്യൺസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. പേഴ്സണൽ കോണ്ടാക്ട്സ് എമംഗ് ദ പീപ്പിൾ ആർ റെഡ്യൂസിങ് ഡേ ബൈ ഡേ. അയൽക്കാരൻ ആരാണെന്ന് പോലും നമുക്ക് അറിഞ്ഞിടാത്ത ഒരു അവസ്ഥയാണ് പുതിയ നമ്മുടെ ഈ സിറ്റിയിലെ ഒരു ചുറ്റുപാടെന്ന് പറയുന്നത്. Personal contacts among people are reducing day by day. The loss of personal relationship creates a sense of insecurity, loneliness and incompleteness. ശ്രദ്ധിക്കണം, ഇത് എങ്ങനെയാണ് ഇത് ഉടലെടുക്കുന്നത്, ഇത് ഉണ്ടാവുന്നത് എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ഇതാണ്. കണ്ടമാനം ആൾക്കാരാണ് ഒരു സിറ്റിയിലുള്ളത്. നമുക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ആരാണെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. പണ്ടത്തെ പോലെ പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നെന്ന് പറയണത് ആരാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ ദ ലോസ് ഓഫ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി. നമുക്കൊരു സെക്യൂരിറ്റിയിൽ ഒത്തിരി ഇതുണ്ട്. ലോൺലിനെസ് ആണ്, ഒറ്റയ്ക്ക് ഉള്ള രീതി. ഇൻകംപ്ലീറ്റ്നെസ്, ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ്. To overcome these problems, they engage in voluntary organization, associations and clubs. ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ ഇൻസെക്യൂരിറ്റി, ലോൺലിനെസ്, ഒരു ഇൻകംപ്ലീറ്റ്നെസ്, നമ്മൾ ഒരു പൂർണ്ണത ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ, ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പല ഗ്രൂപ്പുകളിലും അസോസിയേഷനിലും ക്ലബിലും ചേരുന്നത്. അതുവഴി നമുക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടാവുക, ഒരു സെൽഫ് ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ടാവുക. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു കുറേ പേര്, നമ്മൾ ആരാണ് എന്താണെന്ന് ഒരു കൂട്ടം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ചേരുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആൻഡ് ആൾസോ അഫിലിയേറ്റ് ദംസെൽവ്സ് വിത്ത് വൺ ഓർ അതർ ഓഫ് ദി. ഇതിൽ ആശ്രമം എന്നെല്ലാം ഇവർ പറയുന്നുണ്ട്. ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ അവർക്ക് ഒരു പൂർണ്ണത ഇല്ലാത്ത ഒരു കൺസെപ്റ്റ് വരുമ്പോൾ പല ആശ്രമത്തിൽ അവർ കയറി ഇറങ്ങുന്നു എന്നുള്ള ഒരു ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്, നോട്ടിൽ പറയുന്നുണ്ട്. Another significant feature of a mass society with its desire for crowd contacts is irrationality, susceptibility to propaganda and advertisement. അത് ഈ പ്രൊപ്പഗാൻഡ, പല ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, പ്രൊപ്പഗാൻഡ എല്ലാം എളുപ്പം വിശ്വസിക്കാനും, ഇറാഷണലായിട്ടുള്ള, അതായത് വ്യക്തമായിട്ട് ക്ലിയർ റീസണിങ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ റീസൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തെറ്റാണ്, പക്ഷെ എന്നാലും എല്ലാവരും അത് ഫോളോ ചെയ്യുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റെല്ലാം ഇവിടെ ഉണ്ട് ഈ മാസ് സൊസൈറ്റിയിൽ. Technological progress and impersonality are based on rational grounds. Technological progress and impersonality are based on rational grounds. The sense of insecurity and the sense of loneliness make the individual irrational. Insecurity feeling, a sense of loneliness, അത് ഒരു വ്യക്തിയെ ഇറാഷണൽ ആക്കുന്നു. In the mass society there is a mixture of a rational and irrational thing. രണ്ടും ഉള്ള ഒരു മിക്സ്ചറാണ് ഈ മാസ് സൊസൈറ്റിയിൽ. ഇനി അടുത്തൊരു കൺസെപ്റ്റ്, മാസ് സൊസൈറ്റി അല്ലാതെ വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. ക്രൗഡിൻ്റെ പല പല ഭാഗങ്ങളാണ് ക്രൗഡിൻ്റെ വ്യത്യസ്തമായ. ഓഡിയൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് അത് ഇനാക്റ്റീവ് ക്രൗഡിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓഡിയൻസ് ഈസ് എ പോളറൈസ്ഡ് ക്രൗഡ് വിച്ച് അസംബിൾസ് ഇൻ വൺ പ്ലേസ്. ഒരു പോളറൈസ്ഡ് ആണ്,
എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഈസ് എൻ ഇൻഡെക്സ് ഓഫ് മെൻ്റൽ യൂണിറ്റി. എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഒരേ കാര്യത്തിന് ഇരിക്കുകയാണ്. ഉദാഹരണത്തിന് എല്ലാവരും കൂടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50-100 പേരുണ്ട്. റിസർവ്ഡ് താഴെയുണ്ട്, ബാൽക്കണി മുകളിലും ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ലേറ്റസ്റ്റ് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദർ മേ ബി 2 ടൈപ്സ് ഓഫ് ഓഡിയൻസ്, കാഷ്വൽ ഓഡിയൻസ് ആൻഡ് ഷെഡ്യൂൾഡ് ഓഡിയൻസ്. 2 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, കാഷ്വലും ഉണ്ട്, ഷെഡ്യൂൾഡും ഉണ്ട്. A number of people may congregate and become polarized by seeing a street quarrel, and it is called a casual audience. റോഡിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കുറേ ആൾക്കാർ വന്ന് കൂട്ടം കൂടി വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അടി എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതൊരു കാഷ്വൽ ഓഡിയൻസ് ആണ്. On the other hand, the crowd which assembles in a lecture hall or a cinema hall may be called as scheduled audience. ഇത് ഷെഡ്യൂൾഡ് ഓഡിയൻസ് ആണ്. നമ്മൾ സിനിമ കാണണം എന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ നേരത്തെ തീരുമാനിച്ച് അതിലേക്ക് വേണ്ടി പൈസയെല്ലാം കണ്ട് അവർ സിനിമയ്ക്ക് വന്ന് ടിക്കറ്റും എടുത്ത് കയറിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ഷെഡ്യൂൾഡ് ഓഡിയൻസ് ആണ്, കാഷ്വൽ ഓഡിയൻസ് അല്ല. ഇൻ ദ ഓഡിയൻസ് സിറ്റുവേഷൻ സെവറൽ സൈക്കോളജിക്കൽ പ്രോസസ്സ് ആർ ഇൻവോൾവ് ഇൻ ദി ഇൻട്രാക്ഷൻ പീപ്പിൾ. ഇവിടെ ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള പ്രോസസ്സസ് ഇവിടെ ഉണ്ട് ഈ ഓഡിയൻസിൽ. ദിസ് ഇൻട്രാക്ഷൻ മേ ബി ഓഫ് 2 ടൈപ്സ്. ഇവിടെ 2 ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് ഉള്ളത്. ബിറ്റ്വീൻ ഓഡിയൻസ് ആൻഡ് സ്പീക്കർ ഓർ ആക്ടർ. ഓഡിയൻസിൽ ആരോ ഒരാൾ ചിലപ്പോൾ സംസാരിക്കുകയായിരിക്കാം. ഇപ്പോൾ ഒരു 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 രാഷ്ട്രീയക്കാരൻ ചിലപ്പോൾ സംസാരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ സിനിമയിലെ ആക്ടർ, സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിനിമയിലെ ആക്ടർ. അപ്പോൾ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഓഡിയൻസ് ആൻഡ് ദ സ്പീക്കർ ഓർ ദി ആക്ടർ. സിനിമ ഇപ്പം മോഹൻലാലിൻ്റെ ഒരു ആക്ഷൻ സീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും മോഹൻലാലിൻ്റെ അതേ രീതിയിൽ ചിന്തിച്ചങ്ങിരിക്കുകയാണ്. അടുത്തത്, എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഓഡിയൻസ് ദംസെൽവ്സ്. ഓഡിയൻസിൽ ഇരിക്കുന്നവർ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ. ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട്, ഓഡിയൻസും സ്പീക്കർ അല്ലെങ്കിൽ ആക്ടറുമായിട്ടും ഓഡിയൻസിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ളത്. ഈ 2 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ദി എയിം ഓഫ് ദ ഓഡിയൻസ് ഈസ് ഓഫ് മെനി ടൈപ്സ്. ഇപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരു ഓഡിയൻസ് വരുമ്പോൾ. വൺ ഈസ് ടു ഗെറ്റ് ഫാക്ട്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ്. ഒന്നെന്ന് പറയുന്നത് ഫാക്ട്സും ഇൻ്റർപ്രിട്ടേഷൻസ് കിട്ടാനാണ്. വി ക്യാൻ ഓൾസോ ഒബ്സർവ് സം ഇമോഷണൽ അപ്പീൽസ് എമംഗ് ഓഡിയൻസ്. ചില ഓഡിയൻസിൽ ഒരു ഇമോഷണൽ അപ്പീലെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സംടൈംസ് ഇറ്റ് മേ ബി കോൺവെർസേഷണൽ, സംസാരത്തിൽ കൂടെ ആയിരിക്കും. ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം പാർട്ടിയുടെ നന്മകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. As for example, we can say that the dramatic troupe or the musician will have to build up a rapport with the audience so that the audience appreciates and enjoys the music or the program. അപ്പം നല്ല രീതിയിൽ ഒരു ഗായകൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി നല്ല രീതിയിൽ പാടിയാൽ മാത്രമേ സദസ്സ് ഈ പുള്ളിയെ ക്ലാപ്പടിക്കുകയും ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യത്തുള്ളൂ. മോശമായ രീതിയിൽ പാട്ട് പാടി കഴിഞ്ഞാൽ ആരും ഒരു തിരിഞ്ഞു പോലും നോക്കാതിരുന്ന ആളായി. ഇഫ് ഇറ്റ് ഈസ് അൺഫേവറബിൾ ദെൻ ഇറ്റ് ബിക്കംസ് അഗ്രസീവ് ആണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല ഈ മോശപ്പെട്ട രീതിയിലുള്ള ഒരു പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ. ഗ്രൂപ്പ് സിംഗിങ് ബ്രേക്സ് ഡൗൺ ഇതിലൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ഗ്രൂപ്പ് സിംഗിങ്ങിനെ കുറിച്ചൊരു പോയിന്റ് പറയുന്നുണ്ട്. ഗ്രൂപ്പ് സിംഗിങ് ബ്രേക്സ് ഡൗൺ ദ ഇൻഡിവിജ്വൽ ഐസൊലേഷൻ, റിമൂവ്സ് ഡിഫറൻസസ് ഇൻ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഹെൽപ്സ് ബിൽഡ് അപ്പ് കോമൺ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. ഈ ഗ്രൂപ്പ് സിംഗിങ്ങിൻ്റെ ചില സൈക്കോളജിക്കലായിട്ടുള്ളൊരു വശമാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ ഒരുമിച്ച് കുറേ പേര് ചേർന്ന് പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ഐസൊലേഷൻ, നേരത്തെ പറഞ്ഞു ആൾക്കാർ ഗ്രൂപ്പിൽ വരുന്നത് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ വരുന്നത്, ഒരു സെക്യൂരിറ്റി ഉണ്ടാവാൻ വേണ്ടി. അപ്പം ഗ്രൂപ്പായിട്ട് ഇപ്പോൾ നമ്മൾ പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽ ഐസൊലേഷൻ മാറും, ഡിഫറൻസസ് ഇൻ സോഷ്യൽ സ്റ്റാറ്റസ് അത് ഉണ്ടാവത്തില്ല, removes the differences in social status and helps to build up common emotions and common feelings. ഒരുമിച്ച് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഇമോഷൻസും ഫീലിങ്സും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയ ഒരു ഉപാധിയാണ് ഗ്രൂപ്പ് സിംഗിങ് എന്ന് പറയുന്നത്, ഒരുമിച്ച് പാട്ട് പാടുന്നു എന്നുള്ളത്. ഇനി അടുത്തത് മോബും ഫാഷനും. വ്യത്യസ്തമായ 2 കാര്യങ്ങളും കൂടെ ചെറിയ ടോപ്പിക്കുകളാണ്, മോബും ഫാഷനും. ആദ്യം നമുക്ക് മോബിനെ കുറിച്ച് പറയാം. Generally, the members of a mob tend to show a similarity in feelings, thoughts, and actions, irrespective of the variation in education, occupation, and intelligence. സാധാരണ ഒരു മോബിലുള്ളവർക്ക് ഒരേപോലത്തെ ഫീലിങ്സും ചിന്തകളും അവരുടെ പെരുമാറ്റവും എല്ലാം ഒരേപോലെ ആയിരിക്കും. അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ ഒക്യുപ്പേഷനോ ഇൻ്റലിജൻസോ എന്തൊക്കെയായിരുന്നാലും ഇവക്കെല്ലാം ഒരേ രീതിയിലുള്ള ചിന്താരീതികളായിരിക്കും, പെരുമാറ്റവുമായിരിക്കും. The members of the mob are attending to and reacting to some common object in a common way. അപ്പോൾ ഒരു കോമൺ ഓബ്ജക്റ്റിനെതിരെ അല്ലെങ്കിൽ അവർ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ
അവർ ഒരുമിച്ച് അവർ റിയാക്ട് ചെയ്യാണ് ഒരേ രീതിയിൽ. സംടൈംസ് ഹൈറ്റൻഡ് ഇമോഷണാലിറ്റി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മോബ് ബിഹേവിയർ. ഒരു ഹൈറ്റൻഡ് ഇമോഷണാലിറ്റി, ഒരു കൂടിയ രീതിയിലുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് ആയിരിക്കും മോബ് കാഴ്ചവെക്കുന്നത്. ദ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ആർ ആങ്കർ, ഫിയർ, ജോയ് എക്സെട്ര. ദേഷ്യം, പേടി, സന്തോഷം, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉണ്ടാവാം. സംടൈംസ് ദേ ബിക്കം അൺറീസണബിൾ, ഇൻടോളറൻറ്റ് ആൻഡ് ഫിക്കിൾ മൈൻഡഡ്. പ്രത്യേകിച്ച് വലിയ റീസണിങ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഒരുതരം ഒരു ഒരു പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ പെരുമാറുന്ന രീതിയിലെല്ലാം കയറി പെരുമാറിക്കളയും. ഇൻടോളറൻറ്റ്, പ്രത്യേക വലിയ ടോളറൻസ് ഒന്നും അവർ കാണിക്കത്തില്ല. എന്തും ചെയ്യുന്ന ഒരു സ്വഭാവമായി ചിലപ്പോൾ കാണിക്കുക അവർ. ഫിക്കിൾ മൈൻഡഡ്, ഏത് ഒരു ക്രിമിനൽ ബിഹേവിയർ വേണോ മോബ് വേണമെങ്കിൽ കാണിച്ചു കളയാം. മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മോബ് ബിഹേവിയർ ഈസ് ദ ഡിമിനിഷ്ഡ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. സാധാരണ ആൾക്കാർ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. നിങ്ങളാണ് ആ കാര്യം ചെയ്തത്, സോ യു ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. പക്ഷെ മോബ് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകിച്ച് വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല. നമ്മളൊന്നും അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഏറ്റെടുക്കുന്നില്ല. ദർ ഈസ് എ ഡിമിനിഷ്ഡ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. എന്ത് വേണോ ചെയ്യാം, അത് ഏത് രീതിയിൽ വേണോ ചെയ്യാം, ആര് ചോദിക്കാൻ വന്നാലും ഒരു ചുക്കുമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ദേ ആർ ജനറലി ഇർറെസ്പോൺസിബിൾ. അവർ ഒന്നിനെക്കുറിച്ചും അവർ ആലോചിക്കുന്നില്ല. ഇത് ഒരു മോബാണ്, മോബ് വയലൻസ്. ഉദാഹരണത്തിന് മാഫിയ. ഒരാളെ എടുത്തള്ളിയിട്ട് അടിച്ച് വേണമെങ്കിൽ പൈസ വേണമെങ്കിൽ പിടുങ്ങാം, പൈസ അപഹരിക്കാം, വേണമെങ്കിൽ ഒരാളെ നല്ല ഒരു കണ്ടമാനം മുറിവേൽപ്പിക്കാം. അതിലൊന്നും ഒരു തെറ്റും കാണാത്ത ആൾക്കാരായിരിക്കും അവർ. ഇനി അടുത്തത് ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. ഫാഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് കളക്റ്റീവ് ആക്ഷൻ. ഒരു കളക്റ്റീവ് ആക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഫാഷൻ. ആൻഡ് ഇറ്റ് ഈസ് കോമൺ വിത്ത് ക്രൗഡ് ബിഹേവിയർ. ക്രൗഡ് ബിഹേവിയറിൽ കോമൺ ആയിട്ടുള്ളതാണ്. ഫാഷൻ ഈസ് എ വേരിയേഷൻ ദാറ്റ് ഈസ് പെർമിസിബിൾ വിത്തിൻ ലിമിറ്റ്സ് ഓഫ് കസ്റ്റം. കസ്റ്റത്തിൻ്റെ സാധാരണ ഒരു കസ്റ്റം ഉണ്ട്. സാധാരണ മനുഷ്യരുടെ ഇടയിൽ അവിടെ ചില കസ്റ്റംസ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഫാഷൻ എന്നുള്ളത്. ഫാഷൻ ആസ് വെൽ ആസ് ഫാഡ്സ് ആൻഡ് ക്രേസസ് ആർ ബേസ്ഡ് ഓൺ ദ ഡിസയർ ഫോർ ചേഞ്ച്. ഒരു മാറ്റം ആഗ്രഹിച്ച് വരുന്ന ഒരു കൺസെപ്റ്റാണ്. നമുക്കൊരു മാറ്റം വേണം. അപ്പോൾ ഫാഷൻ, ലേറ്റസ്റ്റ് ഫാഷൻ, പണ്ടത്തെ ഫാഷനൊന്നുമല്ല, ലേറ്റസ്റ്റ് ഫാഷൻ. അപ്പോൾ ഈ ഫാഷനിൽ തന്നെ മറ്റു ചില വാക്കുകളുണ്ട്. ഫാഡ്, പെട്ടെന്നൊരു സംഭവം വരുന്നു, കുറച്ച് നാളത്തേക്ക് അത് നിൽക്കുന്നു, അത് കഴിഞ്ഞ് അതങ്ങ് മാറിപ്പോകുന്നു, ഫാഡ്. പിന്നെ ക്രേസസ്, ചിലർക്ക് പെട്ടെന്നൊരു ക്രേസ് കാണും ഒരു കാര്യത്തിൽ. ആ ക്രേസ് അധികം നേരം നിൽക്കത്തില്ല, കുറച്ച് സമയം അത് നിൽക്കും, അത് കഴിഞ്ഞ് ആ ക്രേസ് അങ്ങ് പോകും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഫാഷൻ, ഫാഡ്, ക്രേസ്, ഇസ് ബേസ്ഡ് ഓൺ എ ഡിസയർ ഫോർ ചേഞ്ച്, ദ ഡിസയർ ഫോർ സംതിങ് ന്യൂ. എന്തെങ്കിലും ഒരു പുതിയതായിട്ടൊരു ഒന്ന് വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് അത്. There is a psychological reaction and it is outgrowth of emotional and irrational tendencies. മാനസികമായിട്ട് ഇമോഷണലും ഇറാഷണൽ ടെൻഡൻസീസ്. പ്രത്യേകിച്ച് നമ്മളൊരു ബൗണ്ടറി, ഒരു ലിമിറ്റേഷൻ ഒന്നും അവിടെ കൊടുക്കാറില്ല. ലേറ്റസ്റ്റ് ഫാഷനാണോ, എന്ത് വില കൊടുത്ത് നമ്മൾ ചിലപ്പോൾ അത് അനുകരിക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ എല്ലാവരുടെ മുമ്പിലും ഒരു ഫാഷനബിളായിട്ട് ഇരിക്കാൻ വേണ്ടി, എല്ലാവരുടെ മുമ്പിലും നമ്മൾ ഒരു പ്രത്യേക സ്റ്റാറ്റസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ പവർ ഉള്ളവരാണ്, അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഉള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി. It can further be said that fashion sometimes furnishes the desire for conformity, security and social solidarity. ചില സമയത്ത് ഫാഷൻ ഒരു എല്ലാവരെ പോലെ കൺഫോം ചെയ്യാനും ഒരു സെക്യൂരിറ്റി ഫീലിങ്ങും ഒരു സോഷ്യൽ സോളിഡാരിറ്റിയും ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് ഈ ഫാഷൻ വഴി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്രൗഡ് ബിഹേവിയറും ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ദാറ്റ്സ് ഇറ്റ്. നാളെ നമ്മൾ യൂണിറ്റ് 4 ആയിരിക്കും. നാളെ കൊണ്ട് ബ്ലോക്ക് 4 തീരും നാളെ കൊണ്ട്. ആയിക്കോട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ.